എല്ലാ ടീമിന്റെ അംഗങ്ങളുടെയും പേരിൽ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഓപ്പർച്യൂണിറ്റി, ഈ ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റി, എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രോഗ്രാം 1 മണിക്കൂർ നീളുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. ഈ പ്രോഗ്രാം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുന്നവർക്ക്, കൃത്യമായി ഈ പ്രോഗ്രാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ പ്രോഗ്രാം 100% ഒരു ലൈഫ് ചേഞ്ചിങ് ഇവന്റ് ആയിരിക്കും എന്ന കാര്യത്തിൽ നോ ഡൗട്ട്. അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുള്ള വ്യക്തികളോട് ചോദിച്ചുകൊണ്ടും, അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് ഇന്റഗ്ര അക്കാദമിയുടെ നടക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം, നൗഷാദ് സാർ നയിക്കുന്ന ഒരു ഗ്രേറ്റ് പ്രോഗ്രാം ഒരു മോർണിംഗ് നടക്കുന്നുണ്ട്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ 6 മണിക്ക്. ആ സൂം മീറ്റിൽ നിങ്ങളുടെ എല്ലാവിധ ഡൗട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നെ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ജയപ്രമോദ് എന്നാണ്. വീട് തൃശ്ശൂർ തന്നെയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ആപ്ലിക്കേഷൻ നിങ്ങളെപ്പോലെ ഒരു സൂം വഴി ഒന്നും കേട്ടതല്ല. എന്നെ അവസരം ആദ്യമായി പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒന്ന് പോയി കേൾക്കുമെന്ന് പറഞ്ഞ് എന്നെ ഈ പ്രൊജക്ടിനെ കുറിച്ച് കേൾപ്പിച്ചത് ജിത്തു സാറാണ്, അതുപോലെ റിജോ സാർ ആണ്. ഈ 2 വ്യക്തികളെ ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ലൈഫ് ചേഞ്ചിങ്, ഒരു വലിയ ഇതുവരെയുള്ള എന്താ പറയാ, ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്ന് പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ നിന്നും ഒരു കളറിലേക്ക് എന്നെ ജീവിതം കൺവേർട്ട് ചെയ്യാൻ എന്നെ സഹായിച്ചത് ആ ഒരൊറ്റ തീരുമാനമായിരുന്നു. ഈ പ്ലാൻ ഒന്ന് കേൾക്കാൻ ഞാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ടായിരുന്നു. അപ്പൊ 100% എനിക്ക് പറയാൻ കഴിയും, ഈ പ്ലാൻ ഫുൾ ആയിട്ട് ശ്രദ്ധിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ അത്രയ്ക്കും പ്രാപ്തമായിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ 100% നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളോട് 100% നിങ്ങൾ ആ ഒരു എന്താ പറയാ, നമ്മളുടെ ആ ഒരു നന്ദിയും കടപ്പാടും സ്നേഹവും നിങ്ങൾ ഈ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി അറിയിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഈ പ്രോഗ്രാം ഇതുവരെ നിങ്ങളുടെ ജീവിതം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം കളറിലേക്ക് മാറ്റുന്ന ഒരു ഈവന്റ് ആണ് ശരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഇതിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ആ വ്യക്തികൾ മാത്രമല്ല, ഇത് കേൾക്കാൻ നമ്മളെ സഹായിച്ച, നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്ന, നമ്മളെ ഇവിടേക്ക് എത്തിച്ച ഒരു ദൈവത്തിന്റെ ഒരു തീരുമാനമുണ്ട്. ആ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ പോകുന്നത്. അപ്പൊ ആ തീരുമാനത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ദൈവത്തോട് തീർച്ചയായും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതുമായിക്കോട്ടെ, ആ ഒരു സാന്നിധ്യം ആവശ്യമാണ്. അതുപോലെ ഈ സൂം പ്രോഗ്രാം കേൾക്കുമ്പോൾ അത് നിങ്ങൾ എല്ലാവരിലേക്കും ഒരു വിജയമായി കടന്നെത്തണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പ്രോഗ്രാമിൽ ദൈവത്തിനെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ, പ്രപഞ്ച ശക്തിയെ നമുക്ക് ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, വിസിബിൾ ആണല്ലോ അല്ലെ? ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ തരാൻ പോകുന്നത്. സെഞ്ചുറി ഗേറ്റ്സിലെ ഈ പ്രോഗ്രാം എന്നെ വിശ്വാസം അർപ്പിച്ച, എന്നെ ഏൽപ്പിച്ച എന്റെ ഗ്രേറ്റ് ലീഡേഴ്സിനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്പനി, നമ്മൾ അസോസിയേറ്റ് ഉള്ള കമ്പനി, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട, വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ട, മറ്റുള്ളവരോട് ധൈര്യമായിട്ട് പറയേണ്ട ഒന്നാമത്തെ കാര്യം കമ്പനിയുടെ എക്സ്പീരിയൻസ് ആണ്. 28 വർഷമായി ഈ കമ്പനി മാർക്കറ്റിൽ, കേരള മാർക്കറ്റിലുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്, വേൾഡ് മാർക്കറ്റിലുണ്ട്. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. ഈ കമ്പനി ഒരു നെറ്റ്വർക്കിന് വേണ്ടി കടന്നു വന്ന ഒരു കമ്പനിയല്ല, അല്ലെങ്കിൽ 4-5 ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറും ഉണ്ടാക്കി ഒരു എന്താ പറയാ, യാതൊരു യൂസും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം കെട്ടിപ്പടുത്ത് ഒരു സമൂഹത്തെ ചീറ്റ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നുള്ള ഒരു കമ്പനിയല്ല. 28 വർഷമായി ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എവിടെയാണ്? സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന പേരിൽ തൃശ്ശൂർ, അല്ലെ, നമ്മുടെ കേരളത്തിന്റെ ഹൃദയഭാഗത്ത്. മലേഷ്യയിലോ സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒന്നുമല്ല. പല കമ്പനികളും ബോർഡിൽ മാത്രമായിരിക്കുമ്പോൾ നമ്മുടെ കമ്പനി അവിടെ ലൈവായിട്ട് 28 വർഷമായിട്ട് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് തൃശ്ശൂർ. നിങ്ങൾക്ക് ആ കമ്പനിയിൽ വരാം, കാണാം. അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനി. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിലെയും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഏത് ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾ പറയുന്നേക്കാം, പൈസ പോയി, ആ കമ്പനി കാണാനില്ല. ആ കമ്പനി എങ്ങനെയാ കാണുക? കാരണം ഇന്നലെ മുളച്ചൊരു കമ്പനി അല്ലേ, അത് കാണൂല നാളത്തേക്ക്, ഷുവറാണ്. പക്ഷെ നമ്മുടെ കമ്പനി 28 വർഷമായി സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി. ഇവർ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ, ERP സോഫ്റ്റ്വെയറുകൾ, അതുപോലെ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ, വാട്സപ്പ് പോലെയുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമ്മുടെ കമ്പനിക്ക് ഉണ്ടാക്കാൻ അറിയാം. അതുപോലെ ഒട്ടനവധി ആപ്ലിക്കേഷനുകൾ പല കമ്പനികൾക്കും വേണ്ടി ഉണ്ടാക്കി ഇന്ത്യയിലായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, ആഫ്രിക്കയിലായിക്കോട്ടെ, നിരവധി രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ട്, നമ്മുടെ ഇതിൽ നോക്കി എക്സ്പോർട്ട് ലൈസൻസ് അടക്കം കാണാം, എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സർവീസ് കൊടുത്തുകൊണ്ട് സീറോ എന്താ പറയാ, ₹1 ലയബിലിറ്റി ഇല്ലാതെ, ഒരു കസ്റ്റമർ കംപ്ലൈന്റ് ഇല്ലാതെ 28 വർഷമായ ഒരു കമ്പനി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു കേസ് ഇല്ലാതെ, ഒരു കംപ്ലൈന്റ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ ആ കമ്പനിയുടെ ഡിഗ്നിറ്റിയാണ്. ആ കമ്പനിക്ക് കൊടുക്കണം നമുക്ക് വലിയൊരു മാർക്ക്, വലിയൊരു കൈയടി.
28 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇന്റഗ്ര ERP എന്ന പേരിൽ ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ പ്രൊജക്റ്റ് ആണ് സുഹൃത്തുക്കളെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇനി കമ്പനിയുടെ MD, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. രാമചന്ദ്രൻ പാലിശ്ശേരി എന്നറിയപ്പെടുന്ന തൃശ്ശൂർക്കാരൻ, വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം. ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്നാൽ ഏകദേശം 10-38 വർഷമായി അദ്ദേഹം ഈ മേഖലയിൽ എക്സ്പെർട്ടാണ്. നിരവധി MLM കമ്പനികൾക്ക് അദ്ദേഹം സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഒരു MLM കമ്പനി എന്തുകൊണ്ട് സക്സസ് ആവുന്നു, എന്തുകൊണ്ട് പരാജയപ്പെടുന്നു. ഈ 2 പോയിന്റും കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് നമ്മുടെ MD. അതുകൊണ്ട് തന്നെ കറ കളഞ്ഞ ഒരു സോഫ്റ്റ്വെയർ, കറ കളഞ്ഞ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കമ്പനി. അതാണ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു MD. ഈ 2 കാര്യത്തിൽ നമ്മൾ എന്താ വളരെ ഭാഗ്യവാന്മാരാണ്. നോർമലി എല്ലാ കമ്പനികളും എങ്ങനെയാ, സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് വേറെ കമ്പനി, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് വേറൊരു കമ്പനി, ഇത് മാനേജ് ചെയ്യുന്ന കുറെ ലീഡേഴ്സ്. നമ്മളുടെ കമ്പനിയിൽ എല്ലാം ഇവിടെ തന്നെയുണ്ട്. കമ്പനി നമ്മളുടെയാണ്, സോഫ്റ്റ്വെയർ നമ്മളുടെയാണ്, പ്രോഡക്ട്സും നമ്മളുടെ തന്നെയാണ്. ഒന്നിനും നമ്മൾ ആരെയും ആശ്രയിക്കുന്നില്ല. പുറത്തുള്ള ഒരു കമ്പനിയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമുക്ക് കമ്പനി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പീരിയൻസിലുള്ള കമ്പനി. ഇനി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മളുടെ കമ്പനി രജിസ്ട്രേഡ് ആണോ, ലീഗലാണോ, നമ്മൾ ചെയ്യുന്ന ബിസിനസ് ലീഗലാണോ? 100% ലീഗലായ ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ വെബ്സൈറ്റ് പരിശോധിക്കാം. mysaving.in എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ ഒക്കെ കയറി അങ്ങ് ചെക്ക് ചെയ്തേക്ക്. അവിടെ കാണാൻ പറ്റും 16 മുതൽ 20ഓളം സർട്ടിഫിക്കറ്റുകളൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങൾക്ക് തുറന്നു നോക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം, ചെക്ക് ചെയ്യാം. എവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആധികാരികത ചെക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് കമ്പനി അങ്ങ് ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. എല്ലാവർക്കും പരിശോധിക്കാം കേട്ടോ, ധൈര്യമായിട്ട്. അതുപോലെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് എല്ലാ തിങ്സും, കമ്പനിയുടെ സെയിൽസിന്റെ റിപ്പോർട്ട്, എല്ലാ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം കമ്പനി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഹൈഡ് ചെയ്യരുതെന്ന് നിർബന്ധമുള്ള ആളുകളാണ് നമ്മുടെ MD, നമ്മുടെ നൗഷാദ് സാറ്, അതുപോലെ നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും. ആ ഒരു കാര്യം ഹൈഡ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ചെയ്യുന്നില്ല. ഫുള്ളി ഓപ്പൺ ആണ്. 100% ലീഗലായ ഒരു കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. 100% എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കമ്പനി പ്രൊഡക്റ്റ് ചെയ്യുന്ന, ഡീൽ ചെയ്യുന്ന, നമുക്കറിയാം ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി പ്രവർത്തിക്കണമെങ്കിലും പ്രൊഡക്റ്റ്, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് റൂൾ പ്രകാരം പ്രൊഡക്റ്റ് അത്യാവശ്യമാണ്. പ്രൊഡക്റ്റ് ഇല്ലാതെ ഇവിടെ മണി ചെയിനോ ഫണ്ടിങ്ങോ ഒന്നും ഇവിടെ അനുവദനീയമല്ല. ഓൺ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളുടെ. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്? നമ്മൾ കേട്ട് മറന്ന, അല്ലെങ്കിൽ കണ്ട് കേട്ടും പഴകിച്ച് ശീലിച്ച സോപ്പോ പേസ്റ്റോ അതുപോലുള്ള വെൽനസ് പ്രൊഡക്റ്റുകളോ ഒന്നുമല്ല നമ്മളുടെ. അതൊക്കെ കൊടുക്കുന്ന കമ്പനികൾ ഇവിടെ നിരവധി ഉണ്ടെന്ന് മാർക്കറ്റിൽ. ഇഷ്ടം പോലെ റീപ്ലേസ്മെന്റുകളുണ്ട്, ഇഷ്ടം പോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു മാർക്കറ്റിലേക്കൊന്നുമല്ല നമ്മളുടെ കമ്പനി കടന്നു വന്നിട്ടുള്ളത്. നമ്മളുടെ കമ്പനി ഡിജിറ്റൽ പ്രൊഡക്റ്റ്, കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റ് ഡീൽ ചെയ്തുകൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. സേവ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കമ്പനി. ഇത് കൊണ്ടു നടക്കാൻ ഒരു ഭാരമില്ല. നമ്മുടെ ഫോൺ തന്നെയാണ് നമ്മുടെ ഓഫീസ്, നമ്മുടെ ഫോൺ തന്നെയാണ് നമ്മുടെ മീറ്റിംഗ് ഹാൾ, നമ്മുടെ ഫോൺ തന്നെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. എല്ലാം ഒരു ഫോണിലേക്ക് ഒതുങ്ങുന്ന വളരെ മനോഹരമായ കാലഘട്ടത്തിന്റെ പ്രൊഡക്റ്റ്, അങ്ങനെ തന്നെ പറയണം. അതാണ് സേവ് ആപ്പ്, മൈ പേഴ്സണൽ ആപ്പ്. ഈ പേഴ്സണൽ ആപ്പ് 2021 കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അല്ലെ, ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തൊരു സിസ്റ്റം, വരവ് ചെലവ് കണക്കുകൾ, എക്സ്പെൻസ് ട്രാക്കർ ആയിട്ടാണ് ഇത് മുന്നോട്ട് വന്നിരുന്നത്. എന്താണ് വരവ് ചെലവ് കണക്കുകൾ എന്ന് നമ്മുടെ വീട്ടിലുള്ള പഴയ വയസ്സായ ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാവും. അതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പഴയ ഫാമിലികളൊന്നും കടമില്ലാത്ത ആളുകളായിരുന്നു. കാരണം എന്താ, അവർക്ക് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്, എത്ര രൂപ വരവുണ്ടെന്ന് കൃത്യമായി നോട്ട് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും ഒരു പഴയ നോട്ട് ബുക്ക് കാണാം. അതിൽ കൃത്യമായി വൈകുന്നേരം മണ്ണെണ്ണ വിളക്കിന്റെയോ അല്ലെങ്കിൽ മറ്റു ട്യൂബ്ലൈറ്റിന്റെയോ വെളിച്ചത്തിലിരുന്ന് അവർ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ബഡ്ജറ്റ് അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു. എത്ര രൂപ വരവിനനുസരിച്ച് ചെലവാക്കണമെന്ന് പഴമക്കാർ പറയും. വരവറിയാതെ ചെലവ് ചെയ്യരുതെന്ന് പഴമക്കാർ പറയും. ആ വരവും ചെലവും അവർ നോട്ട് ചെയ്തിരുന്ന നോട്ട് ബുക്കിൽ നിന്നായിരുന്നു അല്ലെ. ആ കാലഘട്ടം അങ്ങ് മാറിയപ്പോ ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷനുകൾ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ വന്നപ്പോൾ അങ്ങ് QR കോഡ് അങ്ങ് സ്കാൻ ചെയ്ത് പൈസ അങ്ങ് സെൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എവിടെ പോയി എവിടെ കൊടുത്തു എന്ന് നമുക്ക് യാതൊരു നിശ്ചയമില്ല. മാസം 1-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി ആകുമ്പോൾ ശമ്പളം കിട്ടുന്നു, മറ്റു വരുമാനം കിട്ടുന്നു. ഒരു 10-ാം തീയതി ആകുമ്പോഴേക്കും ഇതെല്ലാം അങ്ങ് തീർന്നു പോകുന്നു. പിന്നെ കടം മേടിക്കുന്നു. ഇതല്ല മിക്ക വീടുകളിലെ അവസ്ഥ. അപ്പൊ കിട്ടിയ പണത്തെ എങ്ങനെ മാനേജ് ചെയ്യണം, വരവ് നോട്ട് ചെയ്യണം. നിർബന്ധമായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ഒരു മാസം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് കാണാൻ തുടങ്ങും. അത് വളരെ കൃത്യമായിട്ട് നൗഷാദ് സാർ കാലത്തെ 6 മണിയുടെ സെഷനിൽ പറയുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിർബന്ധമായി നിങ്ങളുടെ എല്ലാ എക്സ്പെൻസും ട്രാക്ക് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ കിടക്കുന്നതിന് തൊട്ടുമ്പ് ഡിജിറ്റലി, പേനയും പേപ്പറൊന്നും വേണ്ടേ, ആ കാലഘട്ടമൊക്കെ പോയി ഡിജിറ്റലി അങ്ങ് എൻ്റർ ചെയ്തു. അതുപോലെ നിങ്ങളുടെ വരവ് കണക്ക്, എത്രയാണോ നിങ്ങളുടെ വരുമാനം, സാലറി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെന്റ് കിട്ടുന്നുണ്ടോ, എന്തോ ആയിക്കോട്ടെ, 1 രൂപ 100 രൂപ 1 രൂപയെങ്കിലും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതും അങ്ങ് മാർക്ക് ചെയ്തേക്ക്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചു തരും. മിക്ക വീടുകളിലും കാണുന്ന എന്താ, 10,000 രൂപ വരവും 20,000 രൂപ ചെലവുമായിരിക്കും. അങ്ങനെയാണ് ഇന്ന് 90% കേരളത്തിലെ ഫാമിലികളിൽ. എന്താണ് ഈ മാറ്റത്തിന് കാരണം? ഇത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല.
അപ്പൊ നമുക്ക് ഈ സോഫ്റ്റ്വെയർ കൃത്യമായി കാണിച്ചു തരും. സുഹൃത്തേ, നിങ്ങൾ 10,000 രൂപ കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മാസവും, അല്ലെങ്കിൽ 20,000 രൂപ കടത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത്? കടബാധ്യതകൾ. അത് കൈമാറിക്കൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തു നിന്ന് പോകാൻ പോകുന്നത്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരും. പണം സേവ് ചെയ്യണം, ചെലവ് ചുരുക്കണം. ഇത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം? ചെലവുകളൊക്കെ നോക്കുക. ചായ കുടിച്ചിട്ടും അനാവശ്യ രീതിയിൽ നമ്മൾ വെറുതെ ട്രാവൽ ചെയ്തിട്ടൊക്കെ കാശ് കളയുന്നുണ്ടാവും. അതൊക്കെ അങ്ങ് ചുരുക്കി നമ്മളിൽ ഒരു സേവിങ് മെന്റാലിറ്റി ഉണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സേവ് ആപ്പ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പണം ഉണ്ടാക്കിയാൽ പോരാ, ആ പണത്തെ സേവ് ചെയ്യാനും പഠിക്കുന്നു. അതുപോലെ സേവ് കാർട്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾക്കൊണ്ട് സ്വന്തമായിട്ടൊരു ആമസോൺ, നമുക്കൊണ്ട് സ്വന്തമായിട്ടൊരു ഫ്ലിപ്കാർട്ട്, നമ്മളുടെ സ്വന്തം ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സേവ് കാർട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇതിലുമുണ്ട് ഒട്ടനവധി പ്രൊഡക്റ്റുകൾ. എല്ലാ സെഗ്മെന്റിലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. IT-യിലുള്ളതുണ്ട്, ബ്യൂട്ടി കെയർ ഉണ്ട്, ഹോം കെയർ ഉണ്ട്, വെൽനസ് ഉണ്ട്, ചോക്ലേറ്റുകളുണ്ട്, കോഫികളുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രൊഡക്റ്റുകൾ ഇതിലുണ്ട്. എല്ലാ സെഗ്മെന്റും ഇതിലുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സേവ് ആപ്പ് പ്രോ, ലേറ്റസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ് പ്രോ. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ് ഏത്? നമ്മളുടെ സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. ഈ പ്രൊഡക്റ്റിന് സ്കേഴ്സിറ്റി ഇല്ല. എത്ര ഡൗൺലോഡ് ചെയ്താലും തീരാത്ത പ്രൊഡക്റ്റ്. ലോകത്തെ എവിടെയും യൂസ് ചെയ്യാം, എല്ലാ ലാംഗ്വേജിലും യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ്, ഏത് കാലഘട്ടത്തിൽ ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ്. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത. ഓക്കെ, ഇനി സേവ് ആപ്പ് തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പേയ്മെന്റ്സും റെസീപ്റ്റ്സും കണ്ടോ, എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് അങ്ങ് ചുമ്മാ രജിസ്റ്റർ ചെയ്താൽ മതി. ഇത് രജിസ്റ്റർ ചെയ്തിടാനായിട്ട് വലിയ ചിലവൊന്നുമില്ല. 1 രൂപ പോലും ചിലവില്ലാതെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ബഡ്ജറ്റ് ചെയ്യാം, ഇവിടെ ഡയറികൾ കീപ്പ് ചെയ്യാം, ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മൊബൈൽ റീചാർജ് ചെയ്യാം. മൊബൈൽ റീചാർജ് ചെയ്തുകൊണ്ട് ഒരുപാട് വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ആപ്ലിക്കേഷനിലൂടെ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നെക്സ്റ്റ് സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. അതുപോലെ DTH റീചാർജ് ചെയ്യാം. അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ്, ഏകദേശം 16ഓളം ഫീച്ചേഴ്സ് നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട്. എല്ലാ ആപ്ലിക്കേഷനും വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, പെയ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകളാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ സേവ് ആപ്പ് പ്രോ. ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ സെഞ്ചുറി ഗേറ്റ് സൊല്യൂഷൻ ഇന്ന് ലോകം അറിയാൻ പോകുന്നത് ഇതിന്റെ ഒരു പേരിലൊക്കെ തന്നെയായിരിക്കും കേട്ടോ. സേവ് ആപ്പ് പ്രോ ഒരു നോൺ വർക്കിംഗ് ഇൻകം, നിങ്ങളുടെ അക്കൗണ്ടിലേക്കൊക്കെ പണം കുന്നുകൂടാനായിട്ടുള്ള ഒരു താക്കോലാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ സേവ് കാർട്ടിൽ ഞാൻ പറഞ്ഞ ഒട്ടനവധി പ്രൊഡക്ട്സുകളുണ്ട്. അതിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു IT പ്രൊഡക്റ്റ് ആണ് കേട്ടോ സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്നുണ്ടോ. എല്ലാ സെഗ്മെന്റും നമുക്ക് കാണാൻ പറ്റും. എഡ്യൂക്കേഷൻ ആപ്പുകളുണ്ട്, ജ്വല്ലറീസ് ഉണ്ട്, എവറിത്തിങ് ഈസ് ദെയർ, എല്ലാം ഉണ്ട്. അതിലുള്ള ഒരു ഉൽപ്പന്നമാണ് സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്നത്. ഒരു IT പ്രൊഡക്ട്സ് ആണ്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയും ഡിജിറ്റൽ ആയിട്ടുള്ള ഈ പ്രൊഡക്ട്സ്, ഒരു 3 ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയൊരു പ്രൊഡക്റ്റ് വരാനുണ്ട്, ഡീലക്സ് എന്ന് പറഞ്ഞിട്ട്. എങ്കിലും ഈ പ്രൊഡക്റ്റുകളൊന്നും മാർക്കറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കമ്പനി ആരെയും, ഒരു സെലിബ്രിറ്റികളെ ഏൽപ്പിച്ചിട്ടില്ല. സാധാരണ എങ്ങനെയാണ് ഓരോ ആപ്ലിക്കേഷനുകൾ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് പല സെലിബ്രിറ്റികളെയാണ് ഏൽപ്പിക്കുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ അങ്ങനെയെങ്കിൽ ചെറിയ രൂപയ്ക്ക് നമ്മൾ മേടിച്ചിരുന്ന സേവ് ആപ്പിന്റെ വില 10, 20, 30 ഇരട്ടിയായിട്ട് മാറേണ്ടി വരും. കാരണം ഈ സെലിബ്രിറ്റികൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വലിയ രീതിയിലുള്ള മാർജിൻ കൊടുക്കേണ്ടി വരും, കമ്മീഷൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളുടെ കമ്പനി തീരുമാനിച്ചു സേവ് ആപ്പ് എന്ന് പറയുന്ന ഈ പ്രൊജക്ട് ആരിലൂടെ വിൽക്കുകയുള്ളൂ? നമ്മളിലൂടെ മാത്രമേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുക, ഉപയോഗിക്കുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കൊടുക്കുന്ന, ഈ സെലിബ്രിറ്റികൾക്കൊക്കെ കൊടുക്കുന്ന എല്ലാ പണവും എന്ത് ചെയ്യും? നമ്മളിലേക്ക് തന്നെ കമ്പനി തിരിച്ചു തന്ന് നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് കമ്പനി നയിക്കുകയാണ്. നമുക്ക് 3 രീതിയിലേക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ കയ്യിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, 1 രൂപ എടുക്കാനില്ല, നിങ്ങൾ കടക്കാരനാണ്, ബുദ്ധിമുട്ടുന്ന ആളാണ്, ബാങ്ക് ലോൺ അടയ്ക്കാൻ, EMI അടയ്ക്കാൻ, ഒരു ചായ കുടിക്കാൻ പോലും പണമില്ലാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആത്മഹത്യ എന്നൊരു വക്കിൽ നിങ്ങൾ വന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതല്ലാട്ടോ പരിഹാരം. ഇവിടെ നമുക്ക് ഫ്രീ യൂസറായി കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. 1 രൂപയില്ലാതെ നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഇനി നിങ്ങൾ കുറച്ച് അഗ്രസീവായിട്ട് ബിസിനസ് ചെയ്യാൻ, നിങ്ങൾക്കൊന്ന് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി യൂസറായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരാം. കുറച്ചുകൂടി പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, വലിയ ഡ്രീംസ് ഉള്ള ആളുകളൊക്കെ, വലിയ സ്വപ്നങ്ങൾ, 100 കോടിയും 500 കോടിയും ഒക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ ഇതൊക്കെ ട്രൂത്ത് ആണ്. സേവ് ആപ്പിലൂടെ 500 കോടിയും 100 കോടിയൊക്കെ എടുക്കുന്നവരെ ഈ പ്രൊജക്ട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും അത് എടുക്കാൻ പറ്റുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യം. അത്തരം ആഗ്രഹമുള്ള, കത്തുന്ന ഫയറുള്ള ആളുകൾക്കുള്ളതാണ് ഇത് ഫാമിലി യൂസർ എന്ന് പറയുന്ന ഈ സിസ്റ്റം. അങ്ങനെയും നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഓക്കെ, എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരിക? കുറെ നേരമായല്ലോ ബിസിനസ് എന്ന് പറയുന്നു. ഈ ബിസിനസ്സിലേക്ക് എങ്ങനെ കടന്നു വരാം? ആദ്യമായിട്ട് കയറുന്ന ആളുകളുടെ ഉള്ളിൽ സംശയങ്ങൾ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആരായിക്കൊള്ളട്ടെ, അയാൾ എത്ര ക്വാളിറ്റി ഉള്ള ആളായിക്കോട്ടെ, ക്വാളിറ്റി ഇല്ലാത്ത ആളായിക്കോട്ടെ, ആ വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. അതെപ്പോഴും നമ്മൾ മറക്കരുത്. അതാണ് ഈ ബിസിനസ്സിലെ എത്തിക്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്.
പലരും ഈ എത്തിക്സ് മറന്നുകൊണ്ട് ബിസിനസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് എത്തിക്സിന് നിരക്കുന്നതല്ല, അതൊരിക്കലും സക്സസ് ആവുകയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു വ്യക്തിയാണോ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തികളുടെ കയ്യിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ വാങ്ങുക. കാരണം അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആ വ്യക്തിയിൽ നിന്നും ഒരു ലിങ്ക് മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചുമ്മാ അങ്ങ് രജിസ്റ്റർ ചെയ്യാം മൊബൈലിൽ. അപ്പൊ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്ത് ബാധ്യതകളുള്ള ആളുകളായിക്കോട്ടെ, എത്ര കടമുള്ള ആളുകളായിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങളുള്ള ആളുകൾക്കായിക്കോട്ടെ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെറും 3-4 സ്റ്റെപ്പ് അകലെയാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. ഈ സേവ് ആപ്പ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യണം, ലിങ്ക് മേടിച്ചിട്ട്. അതിനുശേഷം നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഫ്രീ ആയിട്ടോ ആക്റ്റീവ് യൂസർ ആയിട്ടോ നിങ്ങൾക്ക് കടന്നു വരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാര്യം ഒന്നങ്ങ് പഠിച്ചിട്ട് ഈ ലിങ്ക് അങ്ങ് ഷെയർ ചെയ്തിട്ട് ഈ ബിസിനസ് പ്ലാൻ അങ്ങോട്ട് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ആളുകളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ അവരെ ചേർത്ത് നിർത്തുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഏർണിങ്സ് ആരംഭിക്കും. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഇന്ന് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ജീവിതത്തിൽ വലിയ സക്സസ്സുകൾ ഉണ്ടാക്കട്ടെ. ഓക്കെ, ഈ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് തുറന്നു വരും. ഇവിടെ നിങ്ങൾക്ക് വളരെ നിസ്താരമാണ് കേട്ടോ. നമ്മുടെ കമ്പനിയുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് എൻ്റർ ചെയ്യാനൊക്കെ 1 മണിക്കൂർ ഇരുന്നിട്ട് എൻ്റർ ചെയ്യേണ്ട പ്രോസസ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങളുടെ ആധാരത്തിന്റെയോ അല്ലെങ്കിൽ എന്താ കുടികട സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ആകെ പേരും മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സും മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ. ഇത് ചോദിച്ചൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് എൻട്രി കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ സിമ്പിൾ ആയിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങൾ അപ്ലൈൻ ലീഡർക്ക് അല്ലെങ്കിൽ ലിങ്ക് തന്ന ആൾക്ക് ഷൈക്കൻഡ് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്നും ഏർണിങ്സ് ചെയ്യാൻ ആരംഭിക്കാം. നിങ്ങൾ 1 രൂപ മുടക്കിയിട്ടില്ല കേട്ടോ, നിങ്ങൾ ഫ്രീ യൂസർ ആണ്. അങ്ങനെ ഒരു ഫ്രീ യൂസറായി കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുക നോക്കാം. ഞാൻ പറഞ്ഞു, ഒരു ലിങ്ക് ഷെയർ ചെയ്തു, ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു, നിങ്ങളുടെ ID ഈസ് ദേർ, നിങ്ങൾ ID ഓപ്പൺ ആയി കഴിഞ്ഞു. ഈ ID വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടർ ബോണസ് കമ്പനി തരും. അതായത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ 50 രൂപ നിങ്ങൾക്ക് കാർട്ടിൽ വാലറ്റിൽ കിടക്കുന്ന കാണാൻ പറ്റും, 50 രൂപ. അതുപോലെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊന്ന് റീചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡാറ്റ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 49 രൂപ ഫസ്റ്റ് റീചാർജിൽ അവിടെ കിടക്കുന്ന കാണാൻ പറ്റും, റീചാർജിന്റെ സെക്ഷനിൽ കിടക്കുന്ന കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് സേവ് കാർട്ടിൽ 500 പർച്ചേസ് പോയിന്റ് ഫ്രീ ആയിട്ട് തരും. ഇതൊക്കെ വെറുതെ ഒന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. 50 രൂപയും 49 രൂപയും 500 പർച്ചേസ് പോയിന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അങ്ങ് തരും. എന്നിട്ട് നിങ്ങളോട് കമ്പനി പറയും, നിങ്ങൾ 1 രൂപ 90 പൈസ മുടക്കിക്കൊണ്ട് നിങ്ങൾ ഗൂഗിൾ പേയിൽ റീചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ആപ്ലിക്കേഷൻ വഴി റീചാർജ് ചെയ്തോളൂ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം? ഈ 1 രൂപ 90 പൈസ പോവില്ല, കൃത്യമായ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അത് മാത്രമാണോ ഫീച്ചർ? നോ. നിങ്ങളിലേക്ക് ഒരു 1% എത്ര രൂപയ്ക്കാണോ റീചാർജ് ചെയ്തതിന്റെ 1% ക്യാഷ് ബാക്ക് ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരും. ഇതുവരെ റീചാർജ് ചെയ്തപ്പോൾ അങ്ങോട്ട് പോയിട്ടല്ലേ ഉള്ളൂ, ഇനി ഇങ്ങോട്ട് പൈസ വരാൻ തുടങ്ങും. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മാത്രമല്ല, ഒരു വീട്ടിൽ എത്ര ഫോൺ ഉണ്ട്? 3, 4, 5 ഫോൺ റീചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ആ 5 ഫോണിൽ ഒരു 2 രൂപ വെച്ച് പോകുമ്പോൾ എത്ര രൂപയായി? 10 രൂപ റീചാർജിൽ പോകുന്നില്ലേ? അതുപോലെ അതിൽ നിന്ന് ഓരോ % ഇങ്ങോട്ടും കൂടി കയറാൻ തുടങ്ങിയാലോ നല്ല രീതിയിൽ ചെറിയായിട്ടൊരു ഏർണിങ്സിലേക്ക് നമ്മൾ കടക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് 1 രൂപ ചെലവാക്കിയിട്ടില്ല കേട്ടോ, ഫ്രീ ആണ് നമ്മൾ. ഇനി നമ്മൾ ഒരു 2 പേർക്ക് ഈ ആപ്ലിക്കേഷൻ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തു, നിങ്ങൾ 2 വീടുകളിലേക്ക് കൊടുത്തു, 2 ഫാമിലിയിലേക്ക് കൊടുത്തു, നിങ്ങൾ റീചാർജ് ചെയ്തോ, നിങ്ങൾക്കും ക്യാഷ് തിരിച്ചു കിട്ടും, നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കണ്ട. ആ 2-ൽ നിന്നും 4, 4-ൽ നിന്നും 8, 8-ൽ നിന്നും 16 ഇങ്ങനെ തുടങ്ങുന്ന 20 ലെവൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് അങ്ങ് കയറാൻ തുടങ്ങും. ഒരു വ്യക്തി 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ പോലും എന്താ പറയാ 20 ലെവലൊക്കെ കഴിയുമ്പോൾ ഒരു റീചാർജിൽ 1 ലക്ഷത്തിൽ മോളിൽ പോകും. മൈ ഡിയർ ഫ്രണ്ട്സ്, 2 വ്യക്തികൾ എന്ന് പറയുമ്പോൾ 2 ഫാമിലി എന്ന് പറയുമ്പോൾ ഇത് 2 ഫോണാട്ടോ പറയുന്നത്. 2 വ്യക്തികൾ, 2 ഫോൺ, 2 റീചാർജ്, 2 ഫാമിലിയിലേക്ക് അങ്ങ് കൊടുത്ത ഒരു ഫാമിലിയിൽ 5 എണ്ണം വെച്ചെങ്കിലും ഉണ്ടാവില്ലേ? അപ്പൊ റീചാർജ് എമൗണ്ട് 1 ലക്ഷത്തിലാണോ നോക്കുക? 20 ലെവലൊക്കെ കിടക്കുമ്പോൾ ലക്ഷങ്ങളുടെ മുകളിലേക്ക് പോകും റീചാർജ് വഴി. നമ്മൾ മനസ്സിലാക്കാതെ കിടക്കുന്ന ഒരു പോയിന്റാ. ഇന്ന് നമ്മളുടെ ഈ ബിസിനസ്സിൽ 500-ഉം 1000-ഉം ആളുകളുള്ള ടീമാണ് നമ്മളുടെ പലരുടെയും. എങ്കിലും അതിലൊക്കെ ഒന്ന് റീചാർജ് ചെയ്യിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ സൂം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ടീമൊക്കെ റീചാർജ് ചെയ്യുന്നുണ്ടോ, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണോ റീചാർജ് ചെയ്യുന്നതെന്ന് ഒന്നും നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ തയ്യാറായി നോക്കിയേ. 20 ലെവൽ ഇൻകം അങ്ങോട്ട് കയറി വരുമ്പോൾ സേവ് കാർട്ട് ഇൻകം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടാവും നെക്സ്റ്റ് മന്ത്. അതാണ് ഈ ബിസിനസിന്റെ ഒരു ബ്യൂട്ടി. ഫ്രീ ആയിട്ട് കടന്നു വന്നുകൊണ്ട് ലക്ഷങ്ങൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന്, നമുക്ക് ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വരാം. എന്താണ് ആക്റ്റീവ് യൂസർ? കയ്യിൽ കുറച്ച് പൈസയുണ്ട്, എനിക്ക് ഈ കമ്പനിയുടെ ഈ ആപ്ലിക്കേഷന്റെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് 3999 രൂപയാണ് പ്രൊഡക്റ്റ്, GST അടക്കം 4719 രൂപയ്ക്ക് ഒരു സേവ് ആപ്പ് പർച്ചേസ്, ഒരു സിംഗിൾ ID പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്റ്റീവ് യൂസർ ആയിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഈ ആക്റ്റീവ് യൂസർക്ക് എല്ലാ ഫീച്ചേഴ്സും, ഇതിന്റെ 16 ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും.
അതുപോലെ സ്വന്തമായിട്ടൊരു വെബ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെബ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് മോർണിംഗ് സെഷനിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നൗഷാദ് സാർ. വെബ് കാർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ 20,000 25,000 ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്യാം. അതുപോലെ പർച്ചേസ് പോയിന്റ് 4,500 പർച്ചേസ് പോയിന്റ് സേവ് കാർഡിൽ ഫ്രീ ആയിട്ട് അങ്ങ് തരും. അതുപോലെ 4 തരം ആക്റ്റീവ് ഇൻകം നമ്മൾക്ക് കിട്ടും. അവിടെ റീചാർജ് ചെയ്യപ്പെട്ടപ്പോൾ ഫ്രീ യൂസറായി വന്നപ്പോൾ റീചാർജിൽ 1% ഇവിടെ അത് 2% അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒട്ടനവധി ഇൻകം ഒരു ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ ഓരോ സെഷനിൽ അടുത്ത സെഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്തൊരു ഫാമിലി യൂസർ. ആക്റ്റീവ് യൂസർ 4,719 രൂപയുടെയാണ്. അങ്ങനത്തെ 3 ID ഒരു ട്രൈപോൾ സിസ്റ്റം എടുത്തുകൊണ്ട് നമുക്ക് എന്ത് കടന്നു വരാം, ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. 14,157 രൂപയാകും ഒരു ഫാമിലി യൂസർ ID എടുക്കാൻ. ഈ ഫാമിലി യൂസർ ID എടുത്താൽ എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ എന്നുള്ളത് പുറകെ വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇവിടെ റീചാർജിന്റെ ഇൻകം മാത്രം ഫ്രീ യൂസർക്ക് 3% ആക്റ്റീവ് യൂസർക്ക് 2% ഫാമിലി യൂസർക്ക് അത് 3% അങ്ങ് മാറുകയാണ്. ഒരു വീട്ടിൽ 5-6 ഫോണൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഇൻകം ഇവിടെ 4 ലക്ഷം രൂപയാണ് 20 ലെവലിൽ കാണിച്ചിട്ടുള്ളത് എങ്കിലും ഞാൻ പറയും കൃത്യമായിട്ട് 20 ലെവലിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്താൽ ലക്ഷങ്ങൾ അങ്ങ് കടന്നു പോകും. ഇത് വലിയൊരു ഇൻകാണ്. ഇവിടെ സീലിംഗ് ഒന്നുമില്ല, അൺലിമിറ്റഡ് ആയിട്ട് അങ്ങ് പൈസ വരാൻ തുടങ്ങും. അപ്പൊ ഇതിനെക്കുറിച്ചും നമ്മൾ എന്ത് വേണം, ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഓരോ സിംഗിൾ ഇൻകത്തെയും കുറിച്ച് ശ്രദ്ധിക്കണം. അതാണ് എനിക്ക് ഈ പോയിന്റിൽ പറയാനുള്ളത്. അങ്ങനെ ഈ വെറും ഒരു റീചാർജ് അല്ലേന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തുനിന്ന് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗൂഗിൾ പേ എന്ന കമ്പനിക്ക് ഒറ്റ റീചാർജിലൂടെ 140 കോടി ജനങ്ങൾ ഒരു ഫോൺ റീചാർജ് ചെയ്താൽ 280 കോടി രൂപ ഒരു മാസം കിട്ടുമെങ്കിൽ ഇവിടെയും നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂട്ടോ മൈ ഡിയർ ഫ്രണ്ട്സ്. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബ്രെയിനും നമ്മുടെ ചിന്തകളൊന്നും മാറ്റാൻ തയ്യാറായാൽ മതി. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ കമ്പനിയുടെ സേവ് ആപ്പ് പ്രോ എന്ന പ്രൊഡക്റ്റ്? ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും 1000 നാവാണ് അല്ലെ. വളരെ എഫക്റ്റീവ്, വളരെ എന്താ പറയാ, നമ്മൾ ഇന്നവരെ ലൈഫിൽ കേട്ടിട്ടില്ലാത്തൊരു പ്രൊജക്റ്റ് ആണ് സേവ് ആപ്പ് പ്രോ. സേവ് ആപ്പ് പ്രോ ഞാൻ പറഞ്ഞു, ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ചലനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭൂകമ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു സുനാമി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 100% സേവ് ആപ്പ് പ്രോ ആയിരിക്കും. അതിന്റെ ഫീലിങ്സ് ഒക്കെ വരാൻ പോകുന്നുള്ളൂ. വന്നവരുണ്ട്, കിട്ടിക്കഴിഞ്ഞവരുണ്ട്, ഇതിന്റെ ഇൻകം ഒക്കെ അല്ലെ. ഈ പ്രൊഡക്റ്റ് സേവ് കാർട്ടിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. മറ്റ് എന്താ പറയാ അച്ചാറുകളോ അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പോലെ തന്നെ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്ന എക്സ്പെൻസ് ട്രാക്കർ. ഈ പ്രൊഡക്റ്റ് നമ്മൾക്ക് 2,000 രൂപ MRP ഉണ്ടെങ്കിൽ സേവ് കാർട്ടിൽ അത് ഓഫർ പ്രൈസിൽ 1,180 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 1000 രൂപയാണ് പ്രൊഡക്റ്റിന്റെ ആക്ച്വൽ കോസ്റ്റ്. 180 രൂപ GST ആണ്. ശ്രദ്ധിക്കണം, 180 രൂപ GST അടച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ബില്ലൊക്കെ കിട്ടും കേട്ടോ, GST അടച്ചുള്ള ബില്ല്. പല ആളുകളും ചോദിക്കും ഇത് ഇല്ലീഗൽ ബിസിനസ് ആണോ, ഇത് ഫണ്ടിങ് ആണോ എന്ന് ചോദിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഫണ്ടിങ്ങിലോ എന്താ പറയാ മണി ലോണ്ടിങ് ബിസിനസ്സിലൊന്നും ടാക്സ് അടച്ചിട്ടൊന്നും അല്ല കേട്ടോ ആരും ചെയ്യുന്നത്. അതൊക്കെ തട്ടിപ്പ് ബിസിനസ്സുകളാണ്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ 180 രൂപ ടാക്സ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ മേടിക്കുന്നത്. ഓക്കെ, ഈ സേവ് ആപ്പ് പ്രോ നമ്മൾ മേടിച്ചു കഴിയുമ്പോൾ 1000 രൂപ GST 1,180 രൂപ മുടക്കി നിങ്ങളുടെ ഫോണിൽ അങ്ങോട്ട് വെച്ചാൽ മതി. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫോണിൽ വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, ഒട്ടനവധി ആപ്ലിക്കേഷനുകളുണ്ട് അല്ലെ. ചില ഫോണൊന്നും തുറക്കാൻ പറ്റില്ല, അത്രയധികം ആപ്ലിക്കേഷൻസ് നടത്തി വെച്ചിട്ടുണ്ട്. കുറെ ഗെയിമുകളുമുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും 1 രൂപയെങ്കിലും വരുമാനം കിട്ടിയതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? നോ, നെവർ, കിട്ടൂല. ഇതൊക്കെ നമ്മളുടെ പൈസ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ള ആപ്ലിക്കേഷനുകളാണ്. എന്നാൽ സേവ് ആപ്പ് പ്രോ എന്ന് പറയുന്ന 1,180 രൂപയുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈകെട്ടിയിരുന്നാലും സിംഗിൾ ലൈൻ ഓട്ടോപോൾ സിസ്റ്റം വഴി 24 ഇരട്ടി 24,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അങ്ങ് കയറിക്കോളും. അതാണ് സേവ് ആപ്പ് പ്രോയുടെ ഒരു ഫീച്ചർ. 24,000 രൂപ. ആദ്യം ഇത് കേട്ടപ്പോൾ നിങ്ങളെ പോലെ ഞാനും വിശ്വസിച്ചില്ല. 1000 രൂപ മുടക്കിയിട്ട് 24 ഇരട്ടിയൊക്കെ കയറി, ഇത് എന്ത് സിസ്റ്റം ആണെന്ന് ചിന്തിച്ചപ്പോ അവിടെ ഓഫീസിൽ വന്ന് വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെയുള്ള ആളുകൾ മേടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തുറന്ന് കണ്ടപ്പോ 100% കിട്ടുന്നതാണെന്ന് മനസ്സിലാക്കി ബിസിനസ് അസോസിയേറ്റ് ചെയ്ത ആളുകളാണ് ഞാൻ. അപ്പൊ 100% കിട്ടുന്നതാണ് കൊടുക്കുന്ന പ്ലാനാണ്. എങ്ങനെയാണ് ഇത് കിട്ടുക? പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, ഡൗട്ട് ഉണ്ടാവും. പുതിയതായിട്ട് കയറിയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം, സിംഗിൾ ലൈൻ ഓട്ടോപോൾ എന്ന സിസ്റ്റം ഇതിലൂടെയാണ് നമ്മളുടെ കമ്പനി കൊടുക്കുന്നത്. വളരെ കൃത്യമായിട്ട് എന്താ പറയാ നിലയ്ക്കാത്ത വരുമാനം കൊടുക്കുന്ന ഓട്ടോപോൾ സിസ്റ്റം ആണ് നമ്മളുടെ കേട്ടോ. പല ഓട്ടോപോൾ കമ്പനികളും വന്നിട്ട് പലതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊന്നും കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിൽ വന്നിട്ടുള്ള അല്ല. നമ്മളുടെ ഓട്ടോപോളിന്റെ പ്രത്യേകത എന്താ? ഈ ഓട്ടോപോൾ നിലയ്ക്കുകയില്ല, ലൈഫ് ടൈം. നിങ്ങൾ ഇന്ന് ചെയ്തു വെക്കുന്ന ഈ പ്രോസസ് നിങ്ങളുടെ തലമുറ കൈമാറി പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറാൻ പോവുക. അപ്പൊ നിങ്ങളിലൂടെ നിങ്ങളുടെ ജനറേഷൻ രക്ഷപ്പെടാൻ പോവുക. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് നിൽക്കുന്ന വ്യക്തി ഒരു സേവ് ആപ്പ് പ്രോ മേടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ക്യൂവിലേക്കാണ് അദ്ദേഹം കയറി നിൽക്കുന്നത് അല്ലെ. അദ്ദേഹം ഈ രാത്രി 8 മണിക്ക് മേടിച്ചാൽ അദ്ദേഹം ക്യൂവിൽ വന്ന് കയറി. ഇദ്ദേഹത്തിന് മുമ്പ് മേടിച്ച ആളുകളുണ്ട്. 8 മണിക്ക് ശേഷം ഇനി സേവ് ആപ്പ് പ്രോ ലോകത്ത് ആരൊക്കെ മേടിച്ചാലും ഇദ്ദേഹം ഇത് വിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇദ്ദേഹത്തിന് ഫ്രീ ആയിട്ടിരിക്കാം.
ഈ ആപ്ലിക്കേഷൻ മേടിച്ചു. ഇദ്ദേഹത്തിന് താഴെ 1, 2, 3, 4 വ്യക്തികൾ കടന്നു വരുമ്പോൾ 4 വ്യക്തികൾ കടന്നു വന്നാൽ ആരാണോ മോസ്റ്റ് സീനിയർ പേഴ്സൺ, ആ പേഴ്സൺ അപ്പൊ തന്നെ വെരി നെക്സ്റ്റ് ഡേ കമ്പനി 1000 രൂപ കൊടുത്ത് സെക്കൻഡ് പൂളിലേക്ക് അങ്ങ് മാറ്റും. അപ്പൊ ചിലർ ചോദിക്കും, ഞാൻ വന്നിട്ട് ഞാൻ 4 ആളെ കൊണ്ടുവന്നാൽ ഞാൻ അടുത്ത പൂളിലേക്ക് എത്തും. നോ, നിങ്ങളെക്കാൾ മുമ്പ് വരിയിൽ നിൽക്കുന്ന ആളുകളുണ്ട് അല്ലെ. നിങ്ങൾ സമയത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇപ്പൊ തന്നെ ചെയ്തോ. സൂം കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലെ ആളുകൾ കയറി നിൽക്കും അല്ലെ. നമ്മൾ എന്തിനാ ആദ്യം പോയി നിൽക്കുന്ന ഒരു വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തിനാ ആദ്യം പോയി നിൽക്കുന്നേ? നമുക്ക് ആദ്യം കഴിഞ്ഞു വരാൻ, ആദ്യം കിട്ടാനാ. ഇവിടെയും ആദ്യം കിട്ടണമെങ്കിൽ ആദ്യം കയറി വരണം. അവസാനം കയറി വന്നാൽ അവസാനേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രൊജക്ട് കേട്ടാൽ ഉടനെ നിങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് ശേഷം 4 പേര് വന്നാൽ ഫസ്റ്റ് പൂൾ കംപ്ലീറ്റ് ആയി അല്ലെ. ഫസ്റ്റ് പൂൾ കംപ്ലീറ്റ് ആയ വ്യക്തിക്ക് 1000 രൂപ കൊടുക്കും. അതേപോലെ നമ്മൾ സെക്കൻഡ് പൂളിലെത്തി. സെക്കൻഡ് പൂൾ എന്ന് പറയുന്നത് 8 പേരുടെയാണ്. നിങ്ങൾ വന്നു, അടുത്ത ആള് വന്നു, രണ്ടാമത്തെ ആള് വന്നു, അങ്ങനെ ഒന്നാമത്തെ പൂളിൽ നിന്നും ഓരോരോ വ്യക്തികളായി വന്ന് 8 പേര് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും 3000 രൂപ തരികയാണ്. 1000 രൂപ തന്നില്ലേ ഓൾറെഡി? നിങ്ങൾ മുടക്കിയ പൈസ ആദ്യമേ തന്നില്ലേ? പക്ഷെ കമ്പനി ഒരു 3 ഇരട്ടി വീണ്ടും തരികയാണ്. ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു കമ്പനി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാ കമ്പനി ഇങ്ങോട്ട് മേടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇതങ്ങോട്ട് കൊടുക്കുക, മേടിക്കാൻ തയ്യാറാണ്. എന്നിട്ടും ചിലർ തയ്യാറല്ല എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. അതാണ് ഈ പ്രൊജക്ടിന്റെ പവർ മനസ്സിലാക്കായ്മ. നോക്കുക, സെക്കൻഡ് പൂൾ വഴി നമുക്ക് അഗൈൻ 3000 രൂപ തന്നു. വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് നമ്മുടെ തേർഡ് പൂൾ സ്റ്റാർട്ട് ചെയ്യുക. 20,000 രൂപയാട്ടോ തേർഡ് പൂളിൽ. 16 പേരുടെയാ. അപ്പോഴും ഈ വ്യക്തി കൈകെട്ടിയിരിക്കുക. ഒരാളോടും സേവാപ്പിനെ കുറിച്ച് മിണ്ടിയിട്ടില്ലെങ്കിൽ പോലും തേർഡ് പൂളിൽ 16 പേര് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അഗൈൻ 20,000 രൂപ വീണ്ടും കയറും. അപ്പൊ എത്ര രൂപ കിട്ടി? 1000, 3000, 20,000 അടക്കം 24,000 രൂപ ഒരു സിംഗിൾ സേവാ പ്രോ മേടിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് കയറും. മൊത്തം എത്ര രൂപ കിട്ടി? 24,000. കഴിഞ്ഞോന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. കമ്പനി ഒരു ഫാമിലി പാക്ക് 14,157 രൂപയുടെ ഒരു ഫാമിലി പാക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരിക. ഇതിന്റെ ഒപ്പം വീണ്ടും കൈകെട്ടിയിരുന്നോളാനാ പറയണേ. നിങ്ങൾ ബിസിനസ് ഒന്നും ചെയ്തില്ലെങ്കിൽ നിർബന്ധമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ, നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ആ ഫാമിലി പാക്ക് വഴി അഗൈൻ കമ്പനി ഒരു 3,12,000 രൂപ വീണ്ടും തരും. അതായത് 3,36,000 രൂപ ഫുൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സേവ പ്രോ മേടിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് കയറും. ഇന്ന് ലോകത്തിൽ ഏത് കമ്പനിക്ക് കൊടുക്കാൻ പറ്റിയ പ്ലാൻ? വിളിച്ചുകൊണ്ടിരുത്ത്, നമ്മുടെ മുന്നിലിരുത്തി പ്ലാൻ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ പറഞ്ഞു കൊടുക്ക്. ഇതുപോലെ കൊടുക്കാൻ പറ്റിയ പ്ലാൻ ലോകത്തുണ്ടോ? എന്നിട്ട് എന്തിനാ 1000 നെറ്റ്വർക്കുകളുടെ പുറകെ അലഞ്ഞു നടക്കണമെങ്കിൽ ഈ ബിസിനസ് ഏറ്റെടുക്കുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് 10 സേവാ പ്രോ. ഒരു പ്രോ എടുത്താലാണ് ഞാൻ പറഞ്ഞത്. 10 സേവാ പ്രോയൊക്കെ അങ്ങോട്ട് എടുത്താലോ അല്ലെ. 11,800 രൂപയെ ചിലവാവുള്ളൂ. നമ്മൾ ഓർക്കണം, 11,800 രൂപയ്ക്ക് ഒരു 10 സേവാ പ്രോ നമ്മൾ അങ്ങ് പർച്ചേസ് ചെയ്തിട്ടാൽ 1000 കിട്ടിയോടത്ത് 10,000 കിട്ടും, 3000 കിട്ടിയോടത്ത് 30,000 കിട്ടും, 20,000 കിട്ടിയോടത്ത് 2 ലക്ഷം കിട്ടും അല്ലെ. അങ്ങനെ ടോട്ടൽ 2,40,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അങ്ങ് കയറും 10 പ്രോ എടുത്താൽ. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, 2,40,000 എന്ന് പറഞ്ഞാൽ എത്രയായി? 24 ഇരട്ടി നമുക്ക് കിട്ടി. കഴിഞ്ഞോ? 10 ഫാമിലി പാക്ക് അതിന്റെ കൂടെ ഫ്രീ തരും. ഒരെണ്ണല്ല, ഒരു ഫാമിലി പാക്കിന് 3,12,000 വെച്ച് കിട്ടും. അപ്പൊ 10 ഫാമിലി പാക്കിനോ? ഇവിടെയും ഈ വ്യക്തി എന്ത് ചെയ്തിട്ടില്ല? ഈ കെട്ടിവെച്ച കൈ അങ്ങ് അഴിച്ചിട്ടില്ലെന്ന്. ഒരാളോട് പോലും ഈ പ്രൊജക്ടിനെ കുറിച്ച് മിണ്ടിയിട്ടില്ലെന്ന്. അങ്ങനെ ഒരു 10 പ്രോ എടുത്ത വ്യക്തിക്ക് 33,60,000 രൂപയോളം സ്വന്തം അക്കൗണ്ടിലോട്ട് അങ്ങ് കയറുക. 10 ഫാമിലി പാക്ക് എല്ലാം കൂടി വരുമ്പോൾ എവിടെ കിട്ടൂലേ? അത്ര മനോഹരമായ ഓപ്പർച്യൂണിറ്റി. അതാണ് സേവാപ്പ് മുന്നോട്ട് വെക്കുന്ന ആശയം. പതുക്കെ വന്നാൽ മതി. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ആളുകളുണ്ടാവും, നിങ്ങളെ പുച്ഛിച്ച ആളുകളുണ്ടാവും, പരിഹസിച്ച ആളുകളുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, മൈ ഡിയർ ഫ്രണ്ട്, നിന്റെ സമയമായിട്ടില്ല. നീ പതുക്കെ വന്നാൽ മതി. നിന്റെ സമയമാകുമ്പോൾ നീ തന്നെ വന്നോളൂ. അതാണ് എനിക്ക് ബിസിനസ്സിൽ പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ കേട്ടിരിക്കുന്ന എല്ലാവരും നല്ല ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബിസിനസ് നമുക്കിപ്പോൾ കേൾക്കാൻ അവസരം സിദ്ധിച്ചത്. ഇനി ആ വ്യക്തി ഒന്ന് റെഫർ ചെയ്യാൻ തയ്യാറായി. ഐ എം റെഡി. എനിക്ക് ഇൻകം കിട്ടുമെന്ന് ബോധ്യപ്പെട്ടു. എനിക്ക് കൺഫേം ആയി. എങ്ങനെ കൺഫേം ആവാം? വീട്ടിലിരുന്ന കൺഫേം ആവുമോ? നോ. പ്രോഗ്രാം കേൾക്കണം, പ്രോഗ്രാം പങ്കെടുത്ത ആളുകളെ കാണണം, അച്ചീവേഴ്സിനെ കാണണം, അവരുമായി കോൺടാക്ട് ചെയ്യണം, അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തുറന്നു നോക്കണം. അവർക്ക് പൈസ കിട്ടിയത് കണ്ട് ബോധ്യപ്പെടണം. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഒന്നും ഹൈഡ് ചെയ്യാൻ ഒരാളും തയ്യാറല്ല. എന്നോട് ചോദിച്ചാൽ എന്റെ ഇൻകം ഞാൻ കാണിച്ചു തരും. നൗഷാദ് സാറിനോട് പറഞ്ഞാൽ അദ്ദേഹം കാണിച്ചു തരും. എല്ലാ വ്യക്തികളും അവരുടെ ഇൻകം ഓപ്പൺ ചെയ്യാൻ തയ്യാറാ. അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കോൺഫിഡന്റ് നിങ്ങൾക്ക് 100% വന്നെങ്കിൽ ഈ പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് റെഫർ ചെയ്തോ. സേവാ പ്രോ എക്സ്പെൻസ് ട്രാക്കർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ആളുകളോട്. ഇത്ര രൂപ കിട്ടും, 1,180 രൂപ അടക്കിയാൽ 3,12,000 കിട്ടും എന്ന് പറഞ്ഞു കൊടുത്താൽ ആദ്യം പറയും എന്താ തട്ടിപ്പാന്ന് പറയും, 100% പറയും. കൃത്യമായിട്ട് പ്ലാൻ എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ സെറ്റാ, നമ്മുടെ കൂടെ പോന്നോളും. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ 1000 രൂപയുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്താൽ സ്പോട്ടിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ 100 രൂപ കയറും റെഫറൽ ബോണസ് ആയിട്ട് അല്ലെ. അതുപോലെ ഒരു ദിവസം ഒരു 10 എണ്ണം കൊടുത്താലോ 1000 രൂപയുടെ പണി കഴിഞ്ഞില്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിലും പാടത്തും പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ? രാവിലെ 6 മണിയാകുമ്പോൾ 7 മണിയാകുമ്പോൾ കുളിച്ച് ചായ കുടിച്ച് വീട്ടിലേക്ക് ഇറങ്ങി ഒരു ആവശ്യക്കാരനെ കണ്ടെത്തി
ഒരാവശ്യക്കാരനോട് കൃത്യമായിട്ട് ഈ കഥയങ്ങ് പറഞ്ഞു കൊടുത്താൽ 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹം എടുക്കില്ലേ 10 സേവാ പ്രോ, 1000 രൂപ മേടിച്ചിട്ട് വീട്ടിൽ പൊക്കൂടെ? അതല്ലേ ഈ പ്രൊജക്ടിന്റെ പവർ. അങ്ങനെ ഒരു റെഫറലിന് 100 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടും. അൺലിമിറ്റഡ് ആയിട്ട് റെഫർ ചെയ്യാം. 1000, 2000, 3000, 4000 ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇത് അവസാനിക്കുന്ന ഒരു പ്രൊജക്ട് അല്ല. അപ്പൊ എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 100 റുപ്പീസ് ഓരോ പ്രൊഡക്റ്റിനും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും 10% നമുക്ക് കിട്ടിയില്ലേ? നോർമൽ എല്ലാ കമ്പനികളും അങ്ങനെയൊക്കെ തന്നെ തരുന്നേ. ഒരു പ്രൊഡക്റ്റിന്റെ ഒരു 10% ലാഭം, ഇതൊക്കെ നമുക്ക് ഒരു കമ്മീഷനൊക്കെ ആയിട്ട് നമുക്ക് തന്നിട്ട് അവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ സേവ് ആപ്പ് എന്ന് പറഞ്ഞ കമ്പനി വന്നിട്ടുള്ള എന്തിനാ? നമ്മളെ ലൈഫിൽ നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നമ്മുടെ രാമചന്ദ്രൻ പാലിശ്ശേരി സാറിന് ഒരു ബിഗ് സല്യൂട്ട് ഈ അവസരത്തിൽ നമ്മൾ കൊടുക്കണം. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്ന ഇൻകം മൈൻഡ് ബ്ലോവിംഗ് ആണ്. നമ്മുടെ മനസ്സിനും നമ്മുടെ ബ്രെയിനിനും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇതിന്റെ പോക്ക്. നമ്മൾ കൊടുത്ത വ്യക്തിക്ക് 1000 രൂപ കിട്ടില്ലേ ഫസ്റ്റ് ഓട്ടോപോൾ വഴി? അയാൾക്ക് 1000 രൂപ കിട്ടുമ്പോൾ അയാൾക്ക് ഒരു ഒറ്റ പ്രോ കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് സെയിം ടൈമിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 500 രൂപയും കയറും. നിങ്ങൾ അയാൾക്ക് 10 കൊടുത്തെങ്കിലോ അയാൾക്ക് 10000 രൂപ ഒറ്റ ലൈനിൽ ഇങ്ങനെ കിടക്കുമ്പം നിങ്ങളുടെ ഇപ്പുറത്ത് 5000 രൂപയും കിടക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാൻ, ഇങ്ങനെ നിരന്ന് മാല പോലെ 500 കിടക്കുമ്പോൾ. അതുപോലെ സെക്കൻഡ് ഓട്ടോപോളിൽ അയാൾക്ക് 3000 കിട്ടുന്ന സമയത്ത് 3000 അയാൾക്ക് ഇങ്ങനെ കിടക്കും 10 ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ 10,500 നിങ്ങളുടെ അക്കൗണ്ടിലും കിടക്കും. 15000 രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് വരും. അതുപോലെ തേർഡ് ഓട്ടോപോൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് 20000 രൂപ കിട്ടുമ്പോൾ സ്പോൺസർ ചെയ്ത് നിങ്ങൾക്ക് 10000 രൂപ കിട്ടും. അതിന്റെ പകുതി കിട്ടും. ഒരെണ്ണം കൊടുത്താൽ 500 ഓട്ടോപോൾ, സെക്കൻഡ് ഓട്ടോപോളിൽ ഒരെണ്ണം കൊടുത്താൽ 1500, തേർഡ് ഓട്ടോപോൾ കംപ്ലീറ്റ് ആകുമ്പോൾ ആ വ്യക്തിക്ക് 20000 കിട്ടുമ്പോൾ നമ്മൾക്ക് 10000 രൂപ. അപ്പൊ ഒരു വ്യക്തിക്ക് 24000 രൂപ ഒരു സേവ് ആപ്പ് പ്രോ കൊടുത്തതിലൂടെ കിട്ടുമ്പോൾ അയാൾക്കൊന്ന് റെഫർ ചെയ്തു എന്നുള്ള കാരണത്തിൽ 12000 രൂപ നമുക്ക് സ്പോൺസർ ഇൻകം കിട്ടും. 100 രൂപ കൊടുത്ത റെഫറലിന് അടക്കം 12100 രൂപ അക്കൗണ്ടിൽ കയറുന്ന ഒരു പ്ലാറ്റ്ഫോം എവിടെ കിട്ടും സുഹൃത്തെ? ജസ്റ്റ് ഒരു ഫ്രണ്ടിന് ഒരു ചായ കുടിക്കാൻ പോയത് കൊടുക്കാം, ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കാം, ഒരു ട്രെയിനിൽ ഇരിക്കുമ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കാം, ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ കൊടുക്കാം. ലോകത്ത് എവിടെ ഇരുന്ന് വിൽക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ്. ഒരു സെക്കൻഡ്സ് മതി ഇത് വിൽക്കാനായിട്ട്. നിസ്സാര ടൈം മതിയെന്ന്. നിസ്സാര ടൈമിനുള്ളിൽ ഈ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്യാം. 1000 സേവാ പ്രോ കൊടുക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ടൈം എടുത്തോ? ഒരു വർഷം എടുത്തോ? നിങ്ങൾ ഒരു വർഷം കൊണ്ട് 1000 സേവാ പ്രോ ഒക്കെ നിങ്ങൾ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറാൻ പോകുന്നത് 1,20,00,000 അല്ലേ? 1,20,00,000 രൂപയല്ലേ നിങ്ങളുടെ അക്കൗണ്ടിലോട്ടൊക്കെ അങ്ങ് കയറാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെ എവിടെ കിട്ടും? ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ഇത് കിട്ടും? അപ്പൊ അതിനെ പറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. 1000 സേവ് ആപ്പ് കൊടുത്ത ആളുകൾ ഇവിടെ ഇല്ലേ? ഓൾറെഡി ഉണ്ട് കമ്പനിയിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഓൾറെഡി ഇവിടെ ആളുകളുണ്ട്. അവരൊക്കെ ഓൾറെഡി കോടീശ്വരന്മാരാ. ഓൾറെഡി അവർ 1 കോടി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴേക്കും അവരുടെ അക്കൗണ്ടിലേക്ക് അതങ്ങ് വരിക. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ അവസരത്തിൽ ഞാനും പറയാൻ ആഗ്രഹിക്കുകയാണ്, ആ ഒരു ലിസ്റ്റിൽ ഞാനും ഉണ്ട്. ഞാനും ഏകദേശം കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഒരു വർഷമൊക്കെ ആകുമ്പോഴേക്കും സേവ് ആപ്പിൽ ഒരു കോടീശ്വരനാവാൻ എനിക്ക് ഈ കമ്പനി തന്നൊരു അവസരമാണ്. ജീവിതത്തിൽ ഇന്നേ വരെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന പല കമ്പനികളിൽ ഞാൻ കേൾക്കുന്ന വാക്കാണ് കോടീശ്വരനാവും, കോടീശ്വരനാവും. ആരാവും? 1-2 വ്യക്തികളായിട്ടുണ്ടാവും, ബാക്കി ഇരുന്ന് കൈയടിക്കും. ആ ഒരു കണ്ടീഷനിൽ നിന്ന് ആ റേഞ്ചിലേക്ക് നമുക്ക് കടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 100% സേവ് ആപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടാണ്. ഒരു 3 മാസത്തെ അധ്വാനം അല്ലേ? ഒരു 3 മാസത്തെ അധ്വാനം കൊണ്ട് നമുക്ക് ആ റേഞ്ച് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സേവ് ആപ്പയുടെ പവറാണ്. അപ്പൊ റീതിങ്ക് ചെയ്യേ. ബ്രെയിനിലുള്ള പഴയ ചിന്തകളൊക്കെ എടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയൊരു സിസ്റ്റം അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യും. പുതിയ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങി അടിക്ക്. സേവാപ്പുറം മാർക്കറ്റിലും കൊടുക്ക്. കേരളത്തിലെ ചുണക്കുട്ടികൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കോടീശ്വരന്മാരാവട്ടെ, ലോകത്ത് അറിയപ്പെടുന്ന കോടീശ്വരന്മാരാവാൻ പോവുകയാണ്. നോ ഡൗട്ട്, ഏറ്റെടുത്തവർക്ക്. ഓക്കെ, അങ്ങനെ വല്ല റെഫറൽ ലിമിറ്റ് ഉണ്ടോ? ഒരു റെഫറൽ ലിമിറ്റും ഇല്ല. കൊടുത്തുകൊണ്ടേയിരിക്കണം. 1000 ഒന്നും അല്ലെന്ന്, 500 കോടിയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാ മാസവും കൊടുത്തുകൊണ്ടേയിരിക്കും. 100ഉം 200ഉം വെച്ച് ഡെയിലി കൊടുക്കുന്ന കപ്പാസിറ്റിയിലേക്കൊക്കെ മാറും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ. ഈ ഇങ്കൊക്കെ ഒന്ന് വന്ന ആൾക്കാർ കണ്ടോട്ടെ. നിങ്ങളുടെ വീടുകളുടെ മുന്നിൽ ക്യൂ നിന്ന ആളുകൾ സേവ് ആപ്പ് മേടിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ പോവാ. ക്യൂ നിൽക്കും. ഞാൻ കണ്ടിട്ടുണ്ട് പല കമ്പനികളിലും സ്റ്റാർട്ടിങ് ടൈമിൽ 2008 ഒരു കമ്പനിയൊക്കെ വന്ന സമയത്ത് ക്യൂ നിന്ന ആളുകൾ ജോയിൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താ? പണം കിട്ടുമെന്ന് ബോധ്യപ്പെട്ടാൽ ഒരാളെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. ആളുകൾ കൃത്യമായിട്ട് വന്ന് ജോയിൻ ചെയ്തോളും. അപ്പൊ അതിനുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ എന്ത് ചെയ്യണം? റെഡിയാക്കി വിട്ടിട്ടോളണം. അങ്ങനെ 10 പൂള് വഴി കൊടുക്കുന്ന വഴി ആ വ്യക്തിക്ക് ഒരു 2,40,000 കിട്ടുമ്പോൾ നമ്മൾക്ക് 1,20,000 രൂപയുടെ പണിയാണ് കഴിക്കുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു പുറത്തിറങ്ങി ചായ കുടിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ കണ്ട് 10 സേവാ പ്രോ കൊടുത്താൽ 1000 രൂപ സ്പോട്ടിൽ അന്നത്തെ പണിക്കാശുമായി നമ്മൾ വീട്ടിൽ പോവുക മാത്രമല്ല 1,20,000 രൂപയുടെ പണി കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്കുണ്ടാവണം. 1,20,000 അല്ല, ഇനിയും പൈസ വരാനുണ്ട്. അത് മീറ്റ് ടോപ്പിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പുതിയ ആളുകൾക്ക്. 1,20,000 അല്ല, ഇതൊരു അമിട്ട് പോലെയാണ് അല്ലെ, ഒരു കതിന പോലെ, പൂരത്തിനൊക്കെ പൊട്ടിക്കുന്ന സംഭവം പോലെയാണ്. 1 പൊട്ടി, 2 പൊട്ടി, 3 പൊട്ടി, 3-4 തലങ്ങളിലൊക്കെയാണ് ഇതിന്റെ പണം വന്ന് കുന്നുകൂടാൻ പോകുന്നത്. ചിന്ത വരും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ,
ചില ആളുകൾ ഇപ്പോൾ മീറ്റിംഗിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ചോദിക്കും, എങ്ങനെയാണ് ഇത്രയൊക്കെ പണം കൊടുക്കാൻ സാധിക്കുന്നത്? അല്ലെ, ഒന്നാമത് ഞാൻ പറയട്ടെ, ഇതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. ഇതിന് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. അല്ലെ, ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. പ്ലേ സ്റ്റോറിൽ നിന്ന് എത്രയും ഡൗൺലോഡ് ചെയ്താലും തീരാത്തൊരു പ്രൊഡക്റ്റ് ആണ്. 4000 രൂപ കമ്പനിയിലേക്ക് വരുമ്പോൾ, അതായത് 4 വ്യക്തികൾ 1000 വെച്ച് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ GST പൊക്കോട്ടെ, 4000 രൂപ കമ്പനിയിലേക്ക് വരുമ്പോൾ മാത്രമാണ്, കമ്പനിയുടെ കയ്യിൽ 4000 രൂപ വരുമ്പോൾ കമ്പനി അതിൽ നിന്ന് 200 രൂപ എടുത്ത് മാറ്റുന്നുണ്ട്. എന്തിനാ? കമ്പനിയുടെ പ്രോഫിറ്റ്. അല്ലെ, കമ്പനിക്ക് ലാഭം വേണം, കമ്പനി പ്രവർത്തിക്കണം, കമ്പനി എന്നും സക്സസ് ആയി പോകണം എന്നാണ് നമ്മുടെ ഒക്കെ പ്രാർത്ഥന. കാരണം കമ്പനി സക്സസ് ആയാലും നമ്മളുള്ളൂ, MD സക്സസ് ആയാലും നമ്മളുള്ളൂ, നമ്മുടെ ലീഡേഴ്സ് സക്സസ് ആയാലും നമ്മൾ ഈ ബിസിനസ്സിലുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം, 4000 രൂപ കമ്പനിയിലേക്ക് വരുമ്പോൾ 200 രൂപ വെച്ച് കമ്പനി മാറ്റുന്നുണ്ട്. എന്തിനാ? പ്രോഫിറ്റ് ആയിട്ട്, കമ്പനിയുടെ ദൈനംദിന ചെലവുകൾക്കും കാര്യങ്ങൾക്കും. അങ്ങനെയെങ്കിൽ 3200 രൂപ വീണ്ടും ബാലൻസ് ആയില്ലേ? അതിൽ നിന്നും വീണ്ടും 100 രൂപ വെച്ച് കമ്പനി മാറ്റുന്നുണ്ട് ഓരോ സേവ് ആപ്പ് പ്രോയിൽ നിന്നും. അതെന്തിനാ? ഈ റെഫർ ചെയ്ത ആളുകൾക്ക് 100 രൂപ കൊടുക്കണ്ടേ? ആ 100 രൂപയും കൊടുത്ത് 2800 രൂപ ബാലൻസ് വന്നു. വീണ്ടും കമ്പനി ഓരോന്നിൽ നിന്ന് 100 രൂപ വീണ്ടും മാറ്റുന്നുണ്ട് CCM മെമ്പേഴ്സിന് കൊടുക്കാൻ, ലെവൽ ഇൻകം കൊടുക്കാനായിട്ട്. അപ്പോഴും 2400 രൂപ ബാലൻസ് ആണ് കമ്പനിയുടെ കയ്യിൽ. ഇനിയാണ് കമ്പനി എന്ത് ചെയ്യാൻ പോകുന്നത്? 4 വ്യക്തികൾ വന്നപ്പോൾ ടോപ്പിലുള്ള വ്യക്തിക്ക് 1000 രൂപ ഇനിയാണ് കൊടുക്കാൻ പോകുന്നത്. ആ കൊടുക്കുന്ന സമയത്തും 1400 രൂപ ബാലൻസ് ആണ് കമ്പനിയുടെ കയ്യിൽ. ആ 1400 രൂപയിൽ നിന്നും റെഫർ ചെയ്ത വ്യക്തിക്ക് അഗൈൻ 500 രൂപയും കൊടുത്തുകൊണ്ട് പിന്നെയും കമ്പനിയുടെ കയ്യിൽ 900 ബാലൻസാ. 4 സേവ് ആപ്പ് പ്രോ. ഇതങ്ങോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യും. ഇത് മനസ്സിലാക്കണം, പഠിക്കണം. അല്ലാതെ മാർക്കറ്റിൽ ഇറങ്ങിയാൽ നിങ്ങളെ ഫെയിൽ ആക്കാൻ, നെഗറ്റീവ് ആക്കാൻ ആൾക്കാരവിടെ വെയിറ്റിംഗ് ആണ്. ഇത് ഫണ്ടാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയുന്ന ആളുകൾ വെയിറ്റിംഗ് ആണ്. കൃത്യമായിട്ട് കാണിച്ചു കൊടുക്ക്. ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഇന്ന് ഒരു ക്രിപ്റ്റോ കറൻസി ചെയ്യുന്ന ആളുകൾക്കോ ഒരാളുകൾക്കും സാധിക്കില്ല. കാരണം ഒറ്റ കാരണേ ഉള്ളൂ, ഇത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഞാനൊരു കമ്പനിനും കുറ്റം പറയല്ല കേട്ടോ. ഇത് പ്യുവർലി സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രൊജക്റ്റാ. സെയിൽസിനനുസരിച്ചാണ് ഇവിടെ ഇൻകം വരുന്നത്. അല്ലാതെ യുദ്ധം വരുന്നതിനോ പെട്രോൾ പ്രൈസ് കൂടുന്നതോ ഷെയർ മാർക്കറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടോ ഒന്നുമല്ല. അവിടെയൊക്കെ നഷ്ടസാധ്യതയുണ്ട്, റിസ്ക് ഉണ്ട്. ഇവിടെ ഒരു റിസ്ക്കും ഇല്ല. 900 രൂപ ബാലൻസ് വന്നു. ഇങ്ങനത്തെ 8 ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 7200 രൂപ കമ്പനിയുടെ കയ്യിൽ വരുമ്പോഴാണ് സെക്കൻഡ് പൂളിൽ 3000 രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളൂ കമ്പനിക്ക്. സെക്കൻഡ് പൂളിൽ 3000 രൂപയും 1500 രൂപ റെഫർ ചെയ്ത ആൾക്ക് കമ്മീഷനും കൊടുത്ത് കഴിഞ്ഞിട്ടും കമ്പനിയുടെ കയ്യിൽ ബാലൻസ് 2700 രൂപയുണ്ട്. ഈ 2700 രൂപയുടെ 16 ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 43200 രൂപ കമ്പനിയുടെ പോക്കറ്റിൽ, കമ്പനിയുടെ ബാലൻസിൽ വരുമ്പോൾ മാത്രമാണ് 20000 രൂപ കമ്പനി കൊടുക്കുന്നത്. ഈ 20000 രൂപയും 10000 രൂപ കമ്മീഷനും കൊടുത്തിട്ടും കമ്പനിയുടെ കയ്യിൽ 13200 രൂപ ബാലൻസ് ആണേ. അതാണ് ഈ പ്ലാനിന്റെ പവർ. ഇത് ഉണ്ടാക്കിയ നമ്മുടെ MD സമ്മതിക്കണ്ടേ? അല്ലെ, ഇത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഈ പ്ലാനൊക്കെ കേട്ട സമയത്ത് താടിക്ക് കൈ കൊടുത്ത് നമ്മൾ ഇരുന്ന് പോകും. എങ്ങനെയാണ് ഈ ഫണ്ട് കൊടുക്കുക? കറക്റ്റ് കണക്കാ, അങ്ങോട്ടും ഇങ്ങോട്ടോ വ്യത്യാസമില്ല. 1 രൂപയുടെ കൃത്യമായ കാൽക്കുലേഷൻ ഇവിടെ സെറ്റാണ്. കാരണം എക്സ്പീരിയൻസ് 38 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. ആ എക്സ്പീരിയൻസ് ആണ് ഈ പ്ലാനിൽ കാണുന്നത്. അല്ലെ, അല്ലാതെ 2 നെറ്റ്വർക്ക് ലീഡേഴ്സ് വരുമ്പോൾ അങ്ങ് മാറ്റുന്ന പ്ലാൻ അല്ല നമ്മളുടെ. വരുന്നവർ വരും, പോകുന്നവർ പോകും. ഇവിടെ പ്ലാൻ സസ്റ്റൈൻ ആയിട്ട് നിലനിൽക്കും. 4 വർഷം 5 വർഷമായിട്ട് എന്താണോ പ്ലാൻ, ആ പ്ലാനിൽ ഒരു മാറ്റവും ഇല്ലാതെ മുന്നോട്ട് പോകും. അങ്ങനെ 13200 രൂപ കമ്പനിയുടെ കയ്യിൽ ബാലൻസ് വന്നതിന്റെ കൂടെ കമ്പനി 957 രൂപ സ്വന്തം നിലയിൽ എടുത്ത് കൊടുത്തുകൊണ്ടാണ് 14157 രൂപയുടെ ഒരു ഫാമിലി പാക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അടുത്ത പൂൾ അങ്ങ് ഓപ്പൺ ചെയ്ത് തരിക. 3,12,000 ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇരുന്നോ, വീണ്ടും വന്നോളൂ എന്ന് പറയുന്നത്. എത്ര മനോഹരമായ പ്ലാൻ അല്ലേ? കമ്പനിക്ക് ഇവിടെ അവസാനിപ്പിച്ചൂടെ? 1000 രൂപ മുടക്കിയ വ്യക്തി 24,000 കൊടുത്തങ്ങ് അവസാനിപ്പിച്ചൂടെ? നോർമലി അത്ര ചെയ്താൽ തന്നെ ധാരാളം അല്ലേ? പിന്നെയും തരികയാണ് കമ്പനി. എത്രയോ ഇരട്ടി പണമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നത്. അല്ലെ, അപ്പൊ 100% വിജയിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു പ്ലാനാണ്. അടുത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വരാന്ന് പറഞ്ഞു. സേവ് ആപ്പ് പ്രോയുടെ ബിസിനസ് ഞാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് സെഷനിലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ലീഡേഴ്സുമായിട്ട് ക്ലിയർ ചെയ്യാം. അടുത്തത് ഞാൻ പറഞ്ഞു, കുറച്ച് ഫണ്ടൊക്കെ, കുറച്ച് പണം മുടക്കി ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവർക്ക്, കുറച്ച് അഗ്രസീവ് ഉള്ള ആളുകൾക്ക്, കുറച്ച് ഡ്രീം ഒക്കെ ഉള്ള ആളുകൾക്ക്, എന്താ പറയാ, ചുറുചുറുക്കുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് സേവ് ആപ്പ് ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വരാം. 4000 രൂപ പ്ലസ് GST 4719 രൂപയേ വരുന്നുള്ളൂ. ഈ പ്രോജക്ട് 4719 രൂപ കടന്നു വരുന്ന വ്യക്തികൾക്ക് പർച്ചേസ് പോയിന്റ് കിട്ടുന്നുണ്ട്, 4500 വെബ് കാർഡ് കിട്ടുന്നുണ്ട്, 1 ID, എല്ലാ തരം ഇൻകം എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാക്കേജ് ആണ്. നമ്മൾക്ക് വെബ് കാർഡ് ഉണ്ടാക്കാം, അത് അല്ല ഒട്ടനവധി ഫീച്ചേഴ്സ്, നമുക്ക് ഒട്ടനവധി ഇൻകങ്ങൾ നമുക്ക് ഇതുവഴി ഉപയോഗിക്കാൻ പറ്റും. ഈ ഐഡിയുടെ പ്രത്യേകത, ലൈഫിൽ ഒറ്റ തവണ എടുത്താൽ മതി. മറ്റു കമ്പനികൾ നിങ്ങളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രൊഡക്റ്റുകൾ എടുപ്പിക്കുന്നത് പോലെ, റിന്യൂവൽ ഫീസ് മേടിക്കുന്നത് പോലെ, സേവ് ആപ്പിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം, നിങ്ങളുടെ തലമുറ കൈമാറി പോകാം. നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കേണ്ടത് എന്താ? വീടിന്റെ ആധാരോ സ്ഥലമൊന്നുമല്ല, മരിക്കാൻ സമയത്ത് നമുക്ക് എടുത്തു കൊടുക്കാം സേവ് ആപ്പിന്റെ ID. എന്നാ മോനെ, കോടികൾ വിലയുള്ള ഐഡിയ കയ്യിൽ വെച്ചോളാൻ പറയാം. ഇതുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്, ഇതുകൊണ്ടാണ് ഞാൻ എന്റെ ലൈഫ് എൻജോയ് ചെയ്തത്. ഇപ്പൊ ID നിങ്ങൾക്ക് വെച്ചോളാൻ പറയാം. അങ്ങനത്തെ ലൈഫ് ടൈം പണം മുടക്കേണ്ട സിംഗിൾ ID. ഓക്കെ, അടുത്ത് ഈ ആക്റ്റീവ് യൂസറായി കടന്നു വന്നാൽ എന്തൊക്കെ വരുമാനം ഉണ്ടാവും?
ആക്റ്റീവ് യൂസറായി കടന്നു വന്ന വ്യക്തിക്ക് ആരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാലും 800 രൂപ റഫറൽ ഇൻകം അങ്ങ് കിട്ടും. എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവരാം. 5 പേരെയോ 10 പേരെയോ 100 പേരെയോ കൊണ്ടുവരാം. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സേവാ പ്രോ കൊടുത്ത വ്യക്തികൾ കുറെ കഴിയുമ്പോൾ ഇതൊക്കെ ആയി മാറും കേട്ടോ. അപ്പൊ അതിൽ നിന്നൊക്കെ ഓരോന്നും 800 രൂപ നിങ്ങൾക്ക് വരാൻ കിടക്കുക. ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻകം സേവാ പ്രോയുടെ പുറകിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഓരോ പ്രോയിലും 800 രൂപ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ റഫറൽ ഇൻകം ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? 800 രൂപ കിട്ടും. അതുപോലെ സേവ് കാർഡിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 20% നമുക്ക് എവരി പർച്ചേസിൽ റഫറൽ ബോണസ് ആയിട്ട് നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. ആര് പർച്ചേസ് ചെയ്യുമ്പോഴും. ഓക്കെ, അങ്ങനെയുള്ള റഫറൽ ഇൻകം അൺലിമിറ്റഡ് ആയിട്ട് റെഫർ ചെയ്തോ. ഈ പ്രൊജക്ട് എത്ര പേർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുത്തോ. ഡെയിലി റെഫർ ചെയ്തോ. 800 രൂപ എടുക്കാം. ഇന്ന് 10 ആൾക്ക് റെഫർ ചെയ്താൽ 8000 രൂപയും കൊണ്ട് വീട്ടിൽ പോകാം. ഈ 8000 രൂപ എന്നൊക്കെ പറയുന്നത് ഒരു മാസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുണിക്കടയിലോ ഒരു സാധാരണ ഷോപ്പിലോ ഒക്കെ നിൽക്കുന്ന ചേച്ചിമാരുടെയോ ചേട്ടന്മാരുടെയോ ഒക്കെ ശമ്പളമാണെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. ഒരു 10 സേവാ പ്രോ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മാസം സേവ് ചെയ്യാം. സമയം സേവ് ചെയ്യണം, പണം മാത്രമല്ല കേട്ടോ. സമയം സേവ് ചെയ്യണം. നിങ്ങൾ എന്നാ 60 വയസ്സിൽ 70 വയസ്സിലാണോ സന്തോഷിക്കാൻ പോണേ? പണത്തെ മാത്രം സേവ് ചെയ്യല്ലേ, സമയം സേവ് ചെയ്യും. സമയവും സേവ് ചെയ്യാനാണ് നമ്മൾ എന്തിൽ കടന്നു വന്നിട്ടുള്ളത്? സേവാപ്പിൽ കടന്നു വന്നിട്ടുള്ളത്. ഒരു മാസം കൊണ്ട് 8000 മേടിക്കണോ, ഒരു ദിവസം കൊണ്ട് 8000 മേടിക്കണോ നമുക്ക് തീരുമാനിക്കാം. അതാണ് സേവാപ്പ് പ്രൊജക്ടിന്റെ പവർ. ഇനി ബൈനറി ഇൻകം ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതല്ലേ. ബൈനറി ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സേവാപ്പിന്റെ ബൈനറി നല്ലൊരു ഡിഫറന്റ്, നല്ലൊരു രസകരമായ ഒരു ഇൻകം തന്നെയാണ് കമ്പനി ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ആക്റ്റീവ് യൂസർ ആയിട്ട് നമ്മൾ കടന്നു വന്നു. എ ബി എന്ന് പറഞ്ഞ 2 വ്യക്തികൾക്ക് നമ്മൾ ആക്റ്റീവ് യൂസർ ആയിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വന്നാൽ ഒരു മാച്ചിങ് ആയി. ഇതെല്ലാം ഓരോ BV ആണ് കേട്ടോ. ലെഫ്റ്റിൽ ഒരു BVയുടെ ബിസിനസ്, റൈറ്റിൽ ഒരു BVയുടെ ബിസിനസ്. ഒരു BV ബിസിനസ് മാച്ചിങ് ആവുന്ന സമയത്ത് 400 രൂപ കമ്പനി ഇൻകം തരും. 400 രൂപ ഒരു മാച്ചിങ്ങിന്. 4000 രൂപയുടെ 2 ബിസിനസ് നടക്കുമ്പോൾ 400 രൂപ ബൈനറി തരും. ഇത് നമ്മൾക്ക് 600 രൂപ വരെ ആക്കി മാറ്റാൻ പറ്റും. കമ്പനിയുടെ ഒരു ക്ലബ് ഉണ്ട്. അതങ്ങ് അടിച്ചു കഴിഞ്ഞാൽ 400 പതുക്കെ കയറി 600 വരെ ആവാം. മാക്സിമം 600 രൂപ ഒരു ബൈനറിയിൽ. അങ്ങനെയെങ്കിൽ അൺലിമിറ്റഡ് സീലിംഗ് അല്ല, ഇതിൽ സീലിംഗ് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ബൈനറി ഇൻകത്തിൽ ഒരു കമ്പനിക്കും അൺലിമിറ്റഡ് ഇൻകം കൊടുക്കാൻ സാധിക്കില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ ടീം വളരുന്നു, ടീം ഡെവലപ്പ് ആവുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒരുപാട് BVകളുടെ ബിസിനസ് വരും. ഒരു BVക്ക് 400 വെച്ച് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കൊടുത്താൽ കമ്പനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. കമ്പനിയുടെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നത് കൊണ്ട് 10000 രൂപ പെർ ഡേ ആയിട്ട് കമ്പനി സീലിംഗ് ചെയ്തേക്കാണ്. 10000 രൂപ പെർ ഡേ. 25 BV ലെഫ്റ്റ് 25 BV റൈറ്റ് വന്നാൽ 10000 രൂപ. അതിൽ കൂടിയാലും 10000 രൂപയെ തരുവുള്ളൂ. വൺ സൈഡ് വാഷ് ഔട്ടായി ഒരു സൈഡ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഈ 600 രൂപയിലേക്ക് അങ്ങ് മാറ്റാൻ നമ്മൾ ശ്രമിച്ചാൽ, ക്ലബ് അടിച്ച് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ 10000 എന്നുള്ളത് നമുക്ക് 15000 രൂപയാക്കി മാറ്റാം. 15000 രൂപ പെർ ഡേ അല്ലേ? അങ്ങനെ വരുമ്പോൾ ചിന്തിച്ചു നോക്കിയേ. മന്ത്ലി 3 ലക്ഷം രൂപ. അതങ്ങ് ക്ലബ് അങ്ങ് അടിച്ചു കഴിഞ്ഞാലോ മന്ത്ലി 4.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ എക്സ്ട്രാ മേടിക്കാം. ഒരു മാസം 3 ലക്ഷം മേടിക്കുന്ന വ്യക്തിക്ക് ഒരു 1.5 ലക്ഷം രൂപ എക്സ്ട്രാ ക്ലബ് ബോണസ് എന്ന് പറഞ്ഞിട്ട് കമ്പനി അങ്ങോട്ട് ഇട്ട് തരും. നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ഈ മാസം മേടിച്ചെങ്കിൽ നിങ്ങൾ ക്ലബ് അച്ചീവർ ആണെങ്കിൽ ഒരു 50000 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ തരും. നിങ്ങൾ 50000 രൂപയാണ് ഈ മാസം വരുമാനം മേടിച്ചതെങ്കിൽ ഒരു 25000 രൂപ എക്സ്ട്രാ അങ്ങോട്ട് തരും. നിങ്ങൾ ക്ലബ് അടിച്ചിട്ടുള്ള ആളാണെങ്കിൽ 600 ആണെങ്കിൽ പതിനെങ്കിൽ അതിമനോഹരമായ ഇൻകം, മന്ത്ലി വലിയൊരു ഇൻകം നമുക്ക് ക്ലബ് ബോണസ് വഴിയും കിട്ടും. ലെവൽ ഇൻകം. ഈ ഇൻകത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഈ ബിസിനസ്സിനെ നെഞ്ചിലേറ്റിയ ആളുകൾക്ക്, ഈ ബിസിനസിന്റെ പവർ മനസ്സിലാക്കിയ ആള് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഇൻകം ആണ് കേട്ടോ ലെവൽ ഇൻകം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഇൻകം ആണ് ലെവൽ ഇൻകം. ഇത് കൃത്യമായിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്ന പോകുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ലെവൽ ഇൻകം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് പോണ്ടേ, റൈറ്റ് സൈഡ് പോണ്ടേ, എന്നാലല്ലേ ഒപ്പം പോയാലല്ലേ കാശ് കിട്ടുന്ന ചോദിക്കുന്ന വ്യക്തികളോട് നമുക്ക് കൊടുക്കാൻ പറ്റും. നോ, സേവാ പ്രൊജക്റ്റിൽ ലെവൽ ഇൻകം കിട്ടാൻ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഒപ്പം പോകണമെന്നോ ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ വൺ സൈഡിൽ ബിസിനസ് നടന്നാലും നിങ്ങൾക്ക് ലെവൽ ഇൻകം കിട്ടും. പക്ഷേ നിങ്ങൾ ഒരു വ്യക്തിയെങ്കിലും സ്പോൺസർ ചെയ്തിരിക്കണം എന്ന് മാത്രം, അല്ലെ? അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ആക്റ്റീവ് യൂസർ ആയിട്ട് കടന്നു വന്നു. നമ്മളൊരു 4 പേരെ റെഫർ ചെയ്യുന്നതായിട്ടാണ് റെഫർ കൊടുത്തിരിക്കുന്നത്. വെറും 4 വ്യക്തികൾക്ക് ഡയറക്റ്റ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. ആദ്യത്തെ ലെവലിൽ നിന്നും ഈ 4 വ്യക്തികളിൽ നിന്നും തലയെണ്ണി 50 രൂപ വെച്ച് നമുക്ക് കമ്പനി തരും. അതിന് സ്പോൺസർ ഇൻകം 800 കിട്ടിയിട്ടുണ്ട്, ബൈനറി ഇൻകം വേറെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും കൂടാതെ ലെവൽ ഇൻകം ആയിട്ട് ഒരു വ്യക്തിയിൽ നിന്നും 500 രൂപ, അങ്ങനെയെങ്കിൽ 200 രൂപ ലെവൽ ഇൻകം കിട്ടി. ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവലിൽ അത് 4 എന്നുള്ളത് 8 മാറും അല്ലെ? അതിന്റെ ഇരട്ടി വരാം, അല്ലെങ്കിൽ 4 4 16 മാറാം. 16 വ്യക്തികൾ വരാം അല്ലെ? 16 വ്യക്തികൾ വരുന്ന സമയത്ത് സെക്കൻഡ് ലെവലിൽ 10 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. നമ്മൾ വിചാരിക്കും 10 രൂപയൊക്കെ ചെറുതാ. ശരിയാണ്, ഈ അവസ്ഥയിൽ 10 രൂപ നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും. 160 രൂപയാണ് സെക്കൻഡ് ലെവലിൽ കിട്ടുക. ഈ 4 വ്യക്തികളുടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ, 4 വ്യക്തികൾ എന്ന ഈ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ അങ്ങോട്ട് ഒരു 13 സ്റ്റെപ്പ് താഴത്തേക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാനുള്ള സിസ്റ്റവും മനക്കട്ടിയും കോൺഫിഡൻസും അല്ലെങ്കിൽ അതിനുള്ള ഒരു ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതിനുള്ള പവറിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ 50 രൂപ, 10 രൂപ, 20 രൂപ, 30 രൂപ, എഗെയിൻ 10 രൂപ, 20 രൂപ, 30 രൂപ, എഗെയിൻ 10 രൂപ, 20 രൂപ, 30 രൂപ, ഇങ്ങനെ 13 ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് പറയുമ്പോൾ എനിക്ക്
ഹൃദയം ഇടിക്കും. അതാണ് ഈ എമൗണ്ടിന്റെ പ്രത്യേകത. കറക്റ്റ് 14ാമത്തെ ലെവലിൽ ഈ ലെവൽ ഇൻകം മാത്രം ഈ 10 രൂപയുടെ പവർ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. 242 ചില്ലറ CR കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് കയറും. ഒരു വ്യക്തി ഒരു 4 വ്യക്തിയെ വെച്ച് 4000ന്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കുക, 4000ന്റെ 4 വ്യക്തികളെ മാത്രം കൊണ്ടുവന്നാൽ മതി. ഈ സിസ്റ്റം അങ്ങ് വൺ സൈഡ് വഴി പോയാലും മതി. ലെഫ്റ്റും റൈറ്റും നോക്കി ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് CRകൾ ഉണ്ടാക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു സേവ് ആപ്പ് പ്രോ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാം. ആക്റ്റീവ് യൂസറായിട്ട് കടന്നു വന്നുകൊണ്ട് റെഫറൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികൾ ഉണ്ടാക്കാം. അതുപോലെ നിങ്ങൾക്ക് ബൈനറി ഇൻകം പെർ ഡേ 4.5 ലക്ഷം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാം. ഇതാ ലെവൽ ഇൻകം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ CRകൾ ഉണ്ടാക്കാം. 242 കോടി രൂപയാണ് 13 സ്റ്റെപ്പ്. നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി ഒരു മാസം കൊണ്ട് ഈ 4 എണ്ണം കൊണ്ടുവന്നാൽ മതിയെന്ന് ഒരു നിർബന്ധവും പിടിക്കണ്ട. അടുത്ത ഈ 4 വ്യക്തികൾക്കും കൊടുത്ത ഒരു മാസം, അവർ അടുത്ത മാസം 2ാമത്തെ മാസം ഈ 4 വ്യക്തികളെ കൊണ്ടുവന്നാൽ മതി. അടുത്ത സ്റ്റെപ്പിലും ഒരു മാസം കൊടുത്തോ. 13 മാസം കഴിഞ്ഞ് 14ാമത്തെ മാസം നോക്കുമ്പോഴും ഉണ്ടാവും നിങ്ങളുടെ അക്കൗണ്ടിൽ 242 കോടി രൂപ. ലോകത്ത് എവിടെ കിട്ടും നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം? ലോകത്ത് എവിടെ കിട്ടും നിങ്ങൾക്ക് ഇത്രയും ഇൻകം? അല്ലെ, 13 മാസം കൊണ്ടൊക്കെ ഇത്രയും ഇൻകം ഏൺ ചെയ്യാൻ പറ്റുക. ഇത് വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് 13 വർഷം കൊണ്ട് ചെയ്യാട്ടോ. 13 വർഷം കൊണ്ട് ചെയ്താൽ ഈ എമൗണ്ട് ഉണ്ടാവും നിങ്ങളുടെ അക്കൗണ്ടിൽ. നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വേണോ അത്രയും പെട്ടെന്ന് ചെയ്യുക. ടീമിനെ കോർഡിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ എമൗണ്ടിലേക്ക് എത്താൻ പറ്റും. അടുത്തൊരു ഇൻകം ആണ് കമ്പനിയുടെ റാങ്ക്. ആക്റ്റീവ് യൂസർ കിട്ടുന്ന അടുത്തൊരു ഇൻകം ആണ് റാങ്ക് ആൻഡ് ഇൻസെന്റീവ്സ്. 14 റാങ്ക് കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും റാങ്ക് അടിച്ച വ്യക്തികൾ തന്നെയായിരിക്കും, നോ ഡൗട്ട്. ഒട്ടുമിക്ക വ്യക്തികൾ റാങ്ക് അടിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും, 90%. കാരണം എന്താണെന്നറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ, ഈ കമ്പനി ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ റാങ്ക് വെച്ചിട്ടാണ്. പല കമ്പനികളും റാങ്ക് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, നമ്മൾക്ക് എത്താത്ത ഹൈറ്റിലാണ് കൊണ്ടുവയ്ക്കുക. അത് അടിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും, അവർക്ക് മാത്രമേ അത് കിട്ടൂ, ടീമുള്ളവർക്ക് മാത്രമേ അവിടെ അത് കിട്ടാറുള്ളൂ. പക്ഷെ സേവ് ആപ്പ് എന്ന പ്രൊജക്റ്റിൽ നിങ്ങൾ കടന്നു വന്നാൽ ഈ 14 റാങ്ക് നിങ്ങൾക്ക് പുഷ്പം പോലെ അച്ചീവ് ചെയ്യാം. ഇവിടെയും CRകൾ ഉണ്ടാക്കാം. നിങ്ങളൊരു വ്യക്തിയായി കടന്നു വന്നാൽ നിങ്ങൾക്ക് 4 BV മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് ആയെന്നേ. ഒരു ഫാമിലി പാക്ക് ആണെങ്കിൽ ഹലോ, ക്ലിയർ അല്ലേ സാർ? സ്ക്രീൻ പെട്ടെന്ന് പോയി. ക്ലിയർ ആണല്ലേ? ഓക്കെ. 4 BV മാച്ച് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് അടിച്ചു. 500 രൂപ സ്റ്റാർട്ട് ചെയ്തു. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ഫസ്റ്റ് റാങ്ക്. മൈ ഡിയർ ഫ്രണ്ട്സ്, ലാസ്റ്റ് SSM ഞാൻ ഓർക്കാണ്, തൃശ്ശൂർ SSMൽ ഒരു ചാക്ക് ട്രോഫിയാണ് കൊണ്ടുവന്നിരുന്നത്. ഒരു ചാക്ക് ട്രോഫി കൊടുത്തിട്ടും കഴിയുന്നില്ല. ഒരു മാസമുള്ള പ്രോഗ്രസ്സാ. 150-നും 200-നും താഴെയാണ് ആളുകൾ ഫസ്റ്റ് റാങ്ക് അടിച്ചിട്ടുള്ളത് ഒരു മാസം കൊണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഒന്നും തുറക്കാൻ തന്നെ പറ്റുന്നില്ലെന്ന് ആളുകൾ ചോദിക്കുക, എന്താണ് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് പിടയ്ക്കണത്? എന്തോരാൾ ഇത് തന്നെയല്ലേ ഇന്നലെ ഇട്ട? ഞാൻ പറഞ്ഞു അത് ഇന്നലെ ഇട്ടതല്ല, അത് ഇന്നത്തെ റാങ്കാ. ഇന്നലെ ഇട്ട ആളുടെ റാങ്ക് ഇന്നലത്തെ കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം വേറെ റാങ്ക് അടിച്ചു. ആ റേഞ്ചിലേക്കാണ് ബിസിനസ് പോകുന്നതെന്ന് പറയണേ. അപ്പൊ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് 4 BV, 12 BV മാച്ചാൽ സീനിയർ മാർക്കറ്റിംഗ് 1000 രൂപ. തേർഡ് റാങ്ക് ഒക്കെ മാർക്കറ്റിംഗ് ഓഫീസർ എന്ന് പറഞ്ഞ തേർഡ് റാങ്ക് ഒക്കെ അടിക്കുമ്പോഴേക്കും 2000 രൂപ. ഇങ്ങനെ ചെറിയ എമൗണ്ടുകളായിട്ടാട്ടോ കയറി വരണേ. അപ്പൊ നമ്മൾ വിചാരിക്കും 14 റാങ്ക് ആകുമ്പോൾ ഒരു 10,000 രൂപ, അല്ലെ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ ആയിരിക്കുന്നു. നോ, ഈ കമ്പനിയിൽ 3-4 മാസമായ ആളുകൾ ഇന്ന് മാനേജർ റാങ്കിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ടോപ്പ് റാങ്ക് അച്ചീവർ ആയിട്ടുള്ള ഡെപ്യൂട്ടി ജനറൽ മാനേജർ എന്ന് പറഞ്ഞ റാങ്കിൽ നമ്മുടെ നൗഷാദ് സാർ ഉണ്ട്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ വീണ്ടും എന്താ പറയാ അഭിനന്ദിക്കുകയാണ്. 5 ലക്ഷം രൂപയാണ് അദ്ദേഹം ഒറ്റ റാങ്ക് ഇൻകം ആയിട്ട് മേടിച്ചത്. ഏകദേശം 4,60,60,000 രൂപ അദ്ദേഹത്തിന് ടാക്സ് കട്ട് ചെയ്ത അക്കൗണ്ടിൽ കയറി ഞാൻ വിശ്വസിക്കുന്നു. ആ റേഞ്ചിലേക്ക് ഒരൊറ്റ എമൗണ്ട് അങ്ങോട്ട് വന്നു. എത്ര റാങ്ക്? 9ാമത്തെ റാങ്ക്. അപ്പൊ ഇതെല്ലാം എത്താത്ത കൊമ്പത്തൊന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, CRകൾ ഉണ്ടാക്കാനുള്ള അടുത്ത ഓപ്പർച്യൂണിറ്റി, ഈ റാങ്ക് അങ്ങ് ഫോക്കസ് ചെയ്ത് പോവുക. ലെഫ്റ്റിലും റൈറ്റിലുള്ള വ്യക്തികളെ റാങ്ക് അടിപ്പിച്ചാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക് റാങ്കിലേക്ക് കയറി പോകും. 14ാമത്തെ റാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന റാങ്കിലേക്കാണ് ഇനി എല്ലാവരുടെയും കണ്ണുകൾ. കാരണം പ്രസിഡന്റ് എന്ന് പറയുന്ന റാങ്കിൽ കമ്പനി കൊടുക്കാൻ പോകുന്നത് 1 ലക്ഷമല്ല, 10 ലക്ഷമല്ല, 50 ലക്ഷമല്ല, 100 ലക്ഷമല്ല, 750 ലക്ഷം രൂപയാണ്, 7.5 കോടി രൂപയാണ് കൊടുക്കാൻ പോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെ ഒരു 242 കോടിയുടെ കഥ പറഞ്ഞു, ഇവിടെ ഒരു 750 ലക്ഷത്തിന്റെ കഥ പറഞ്ഞു. ഈ 750 ലക്ഷം ഒരു ചാക്കിലാക്കി തലയിൽ വെച്ച് തന്നാൽ നിങ്ങൾക്ക് ചുമക്കാൻ കഴിയില്ല. അത്ര ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആണ് 750 ലക്ഷം എന്ന് പറയുന്നത്. ഇതൊക്കെ കൊണ്ടുവയ്ക്കാൻ പോലും നമുക്ക് സാധിക്കില്ല, അത്രയ്ക്കും വലിയ എമൗണ്ടുകളൊക്കെ ഉണ്ട് ഈ 7.5 കോടി എന്ന് പറയുന്നത്, 242 കോടി എന്ന് പറയുന്നത്. പക്ഷേ സേവാപ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിക്കും, കൃത്യമായി യൂസ് ചെയ്യാൻ പഠിക്കും. അങ്ങനെ മൊത്തം റാങ്ക് ഇൻകം നോക്കുകയാണെങ്കിൽ 10 കോടി രൂപ റാങ്ക് ഇൻകം മാത്രം കൊടുക്കുന്ന ഒരു കമ്പനി. ഈ റാങ്ക് ഇൻകം, ലെവൽ ഇൻകം,
ബൈനറി ഇൻകം എല്ലാം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന റാങ്കിലേക്കൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം 500 കോടി രൂപയെങ്കിലും കടന്നു പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ പ്രൊജക്ടിന്റെ പവർ. മൈ ഡിയർ ഫ്രണ്ട്സ്, മനസ്സിലാക്കണം. 500 കോടി രൂപ. ഞാൻ 500 കോടി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും 1 കോടി പറഞ്ഞ ആളുകളുണ്ട്. ഡ്രീം ചോദിക്കുമ്പോൾ 10 ലക്ഷം രൂപ ഡ്രീം പറഞ്ഞ ആളുകളുണ്ട്. അവരോടൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അവരുടെ സ്വപ്നങ്ങൾ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അത്രേ കിട്ടുള്ളൂ എന്നേ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ സേവാപ്പിനെ റിയൽ ആയിട്ട് മനസ്സിലാക്കിയ സമയത്ത് ഞാനന്ന് 500 കോടി എന്നൊരു പ്രോഗ്രാമിൽ പറഞ്ഞപ്പോൾ ഞാൻ നൗഷാദ് സാറിനെ ഒന്ന് ചെറുതായിട്ട് പാളി നോക്കി. ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ എന്നുള്ള നോട്ടത്തില് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം കണ്ടില്ല. അദ്ദേഹം പറഞ്ഞു 1000 കോടി വരെയൊക്കെ പോകും സുഖമായിട്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതൊരു നമ്മൾ ചിന്തിക്കുന്നവർക്ക് എന്താ പറയാ, അതിന്റെ ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അപ്പൊ ഒരു 5-10 കൊല്ലമൊക്കെ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിയുമ്പോൾ ഈ പറയുന്ന 500 കോടിയോ എന്തോ ആയിക്കോട്ടെ ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഒപ്പം നിൽക്കണം, ഈ യാത്രയിൽ നിങ്ങൾ ഒപ്പം ഉണ്ടാവണം, എങ്കിൽ തന്നെ സാധിക്കുള്ളൂ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അവസാനമായി ഫാമിലി യൂസറിലേക്ക് കടക്കുകയാണ്. എന്താണ് ഫാമിലി യൂസർ? ഒരു ആക്റ്റീവ് യൂസർ കിട്ടുന്ന വരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഫാമിലി യൂസറായി കടന്നു വരുമ്പോൾ ലെവൽ ഇൻകം അടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. റാങ്ക് അടിക്കാനൊക്കെ വളരെ ഈസിയാണ്. ഫാമിലി യൂസറായി കടന്നു വരിക, ഫാമിലി യൂസർ ഐ ഡി മാത്രം പ്രോത്സാഹിപ്പിക്കുക. രക്ഷപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രോപ്പറായിട്ട് ഈ ബിസിനസിനെ മനസ്സിലാക്കി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ 100% ഫാമിലി യൂസറായിട്ട് കടന്നു വരും. 14,157 രൂപയാണ് ഒരു ഫാമിലി യൂസർ ഐ ഡി വരിക. അതായത് 4,719ന്റെ 3 ആക്റ്റീവ് യൂസർ ഐ ഡി ചേർന്നാണ് ഒരു ഫാമിലി യൂസർ ഐ ഡി. ഒരു ഫാമിലി യൂസർ ഐ ഡി നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ ഒരു മാച്ചിങ് ഇവിടെ നടക്കുന്നുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ തന്നെയാണ് മാച്ചിങ് ഇൻകം 400 ആവുന്നുണ്ട്. നമ്മളെ രണ്ടുപേരെയും നമ്മൾ തന്നെയാണ് റെഫർ ചെയ്തത്. അതുകൊണ്ട് 800 രൂപ വെച്ച് 1,500 രൂപ വരുന്നു. അതുപോലെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയി 50 രൂപ വെച്ച് 100 രൂപ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മൊത്തം 2,100 രൂപ നമ്മളുടെ വാലറ്റിലോട്ടങ്ങ് കയറും ഒരു ഫാമിലി യൂസർ ഐ ഡി അടിക്കുന്ന സമയത്ത്. ഈ പണം നമ്മൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് വിഡ്രോ ചെയ്യാം. പക്ഷെ ആരും ആ മണ്ടത്തരം കാണിക്കൂല. കാരണം എന്താണെന്നറിയോ, ഈ ഫാമിലി പാക്ക് ഐ ഡി നമ്മൾ വെക്കുമ്പോൾ താഴെ കണ്ടോ ഒരു ഓട്ടോ പൂൾ ഓട്ടോമാറ്റിക്കലായി അങ്ങ് സ്റ്റാർട്ടായി. ഗോൾഡൻ പൂൾ, ഡയമണ്ട് പൂൾ, പ്ലാറ്റിനം പൂൾ. ഈ ഓട്ടോ പൂൾ വഴി 12,000 രൂപ കിട്ടും. വീണ്ടും ഈ ഓട്ടോ പൂൾ വഴി 60,000 രൂപ കിട്ടും. വീണ്ടും ഈ ഓട്ടോ പൂൾ വഴി 2,40,000 രൂപ കിട്ടും. അങ്ങനെ 3 ഓട്ടോ പൂൾ വഴി 3,12,000 രൂപ കിട്ടും. ഈ 2,100 രൂപ നിങ്ങൾ അങ്ങോട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ഓട്ടോ പൂൾ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ആ മണ്ടത്തരം ആരെങ്കിലും കാണിക്കോ? 100% ആരും കാണിക്കില്ല. 2,000 രൂപയ്ക്കോ 10,000 രൂപയ്ക്കോ 1,00,000 രൂപയ്ക്കോ വേണ്ടി വന്നവരെല്ലാം നമ്മൾ ഈ ബിസിനസ്സിൽ, സേവാപ്പ് ബിസിനസ്സിൽ ലൈഫ് ചേഞ്ച് ചെയ്യാൻ, ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ മണി വിഡ്രോ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലി പാക്കുകൾ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഫാമിലി പാക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ 2 സെയിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആയിക്കോട്ടെ അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻകവും കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് 3,440 രൂപ അങ്ങോട്ട് കയറും. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിന്റ് ഉണ്ട്. 2 ഫാമിലി പാക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് അച്ചീവറായി 500 രൂപ അടക്കം 3,440 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് കയറും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫാമിലി പാക്കുകൾ പ്രോത്സാഹിപ്പിച്ച് ലെഫ്റ്റിലും റൈറ്റിലും വന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. ഈ സിസ്റ്റത്തിന്റെ ഒപ്പം നിങ്ങൾ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒട്ടനവധി ഞാൻ പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് യൂസർക്ക് കിട്ടുന്ന എല്ലാ തരം ബെനിഫിറ്റുകളും എല്ലാ തരം ഇൻകങ്ങളും നമ്മളിലേക്ക് അങ്ങോട്ട് എത്തും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു നമ്മൾക്ക് ക്ലബ്ബുണ്ട്. എന്താണ് ക്ലബ്ബ്? 5 ക്ലബ്ബുകളുണ്ട് നമുക്ക്. 400 രൂപയാണ് ഒരു മാച്ചിങ്. ഒരു ബൈനറി ലെഫ്റ്റിലും ഒരു ബൈനറി റൈറ്റിലും വന്നാൽ നമുക്ക് 400 രൂപയാണ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഇത് ഇൻക്രീസ് ചെയ്യണം. ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ക്ലബ്ബ്. ക്ലബ്ബാണ് ഈ ബിസിനസിന്റെ റിയൽ പവർ. മനസ്സിലാക്കിയവർക്കറിയാം. ക്ലബ്ബ് ഫോക്കസ് ചെയ്താൽ ബിസിനസ്സിൽ പെട്ടെന്ന് ഫണ്ട് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും 2 പേരെ സ്പോൺസർ ചെയ്യണം. പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, വൺ സൈഡ് അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് ഒരാളെ കിട്ടിയാൽ പിടിച്ചങ്ങ് ലെഫ്റ്റിലിടും, കയറി പോകുന്ന ഭാഗത്ത് ആരെയും ഇടില്ല. അപ്പൊ ഒരു സൈഡിൽ സ്പോൺസർ ഉണ്ടാവും. അപ്പൊ ക്ലബ്ബ് ജീവിതത്തിൽ അടിക്കാൻ പറ്റൂല. അപ്പൊ ക്ലബ്ബ് അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും എത്ര പവർ ഉണ്ടായിക്കോട്ടെ, ലെഫ്റ്റിലും റൈറ്റിലും മസ്റ്റ് ആയിട്ട് നമ്മൾ ഓരോ വ്യക്തികളെ കൊണ്ടുവരണം. ആ വ്യക്തികളെ ഫോക്കസ് ചെയ്യണം. 1 2 അല്ല, എത്ര വ്യക്തികൾ വേണമെങ്കിലും കൊണ്ടുവരാം. ആ വ്യക്തികളെ ഫോക്കസ് ചെയ്യുക. ആരാണ് ആവശ്യക്കാരൻ? ലെഫ്റ്റിലുള്ള വ്യക്തിയെ ഫസ്റ്റ് റാങ്ക് അടിപ്പിക്കുക. റൈറ്റിലുള്ള വ്യക്തിയെ ഫസ്റ്റ് റാങ്കിൽ അടിപ്പിച്ചാൽ നമ്മൾ പില്ലേഴ്സ് ക്ലബ്ബിൽ കയറി 400 രൂപ കിട്ടിക്കൊണ്ടിരുന്ന നമുക്ക് 440 രൂപ ഇൻകം ആയിട്ട് മാറും. അതുപോലെ സെക്കൻഡ് പൂൾ, ആ 2 വ്യക്തികളെ അഗൈൻ ഫോക്കസ് ചെയ്യുക. അവരെ വീണ്ടും സെക്കൻഡ് റാങ്ക് അടിപ്പിച്ചാൽ ലെഫ്റ്റിലുള്ള ആളെ റൈറ്റിലുള്ള ആളെ ഫോക്കസ് ചെയ്ത് അവരെ സെക്കൻഡ് റാങ്കിങ് അടിപ്പിച്ച് കഴിയുമ്പോൾ 480 രൂപയായി. മൈ ഡിയർ ഫ്രണ്ട്സ്, അവരെ തന്നെ വീണ്ടും ഫോക്കസ് ചെയ്യുക. അവരെ തന്നെ ചെയ്യണമെന്നില്ല, ഒട്ടനവധി ആളുകൾ കയറി വരും. ലെഫ്റ്റിലും റൈറ്റിലും ഓരോ 3rd റാങ്ക് അച്ചീവേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ റാങ്ക് ഇൻകം 520ലേക്ക്, നമ്മുടെ ക്ലബ് ഇൻകം 520ലേക്ക് അങ്ങോട്ട് കയറും. ബൈനറി. അതുപോലെ വിന്നേഴ്സ് ക്ലബ്ബാണ് 4മത്തത്. 2 വ്യക്തികൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും സീനിയർ മാർക്കറ്റിംഗ് ഓഫീസേഴ്സ് ആയി കഴിയുമ്പോൾ നമ്മളുടെ മാച്ചിങ് ഇൻകം 400ൽ നിന്നും 560 160 രൂപ കൂടി. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ 3 മാസം കൊണ്ട് ഞാൻ ഇന്ന് വിന്നേഴ്സ് ക്ലബ്ബിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഈ ക്ലബ്ബ് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ക്ലബ്ബും ഫോക്കസ് ചെയ്യണം. ഒരു ലെഫ്റ്റും റൈറ്റും വരുമ്പോൾ കിട്ടുന്ന 400 രൂപയോ 1,500 രൂപയോ 800 രൂപയോ ഒന്നുമല്ല നമ്മുടെ ഫോക്കസ്. കമ്പനിയുടെ എല്ലാ ഇൻകത്തിലേക്കും നമ്മളുടെ കണ്ടുപോകണം. ക്ലബ്ബും നമ്മൾ അടിച്ചിരിക്കണം. അടുത്താണ് റോക്കേഴ്സ് ക്ലബ്ബ്. എന്താണ് റോക്കേഴ്സ് ക്ലബ്ബ്? നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന
വ്യക്തികളെ 5ാമത്തെ റാങ്ക് 2 ടീം ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് മുഴുവൻ റോക്ക് ചെയ്യാനുള്ള അവസരം, അടിച്ചു പൊളിക്കാനുള്ള അവസരം 600 രൂപയായിട്ട് നിങ്ങളുടെ ബൈനറി ഇൻകം മാറുകയാണ്. അതായത് 200 രൂപ അങ്ങോട്ട് കയറി 1 ലക്ഷം രൂപ വരുമാനം വന്നാല് അഡീഷണൽ ഒരു 50,000 രൂപ കമ്പനി അങ്ങോട്ട് എക്സ്ട്രാ തരും. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടിയാൽ 5 ലക്ഷം രൂപ വീണ്ടും കിട്ടും എക്സ്ട്രാ. അതാണ് ക്ലബിന്റെ ഫീച്ചർ. അതൊരു മന്ത്ലി ഇൻകം ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് അങ്ങ് കയറിക്കോളും. അപ്പൊ ക്ലബ്ബ് ഫോക്കസ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ടീം ഉണ്ടാവും. കാരണം ലെഫ്റ്റിലും റൈറ്റിലുള്ള ആളെ നമ്മൾ ഫോക്കസ് ചെയ്തു. ലെഫ്റ്റിലും റൈറ്റിലുള്ള ആളുകളെ നമ്മൾ ടീം ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ആക്കി മാറ്റിയപ്പോൾ അവരുടെ 2 പേരുടെ കീഴിലും ഒരുപാട് ടീം ഉണ്ടാവും. അങ്ങനെ ടീം ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് ക്ലബ്ബ്. ടീം ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ് സക്സസ്. ഒറ്റയ്ക്ക് വിജയിക്കുന്നവനല്ല, ടീമിലൂടെ വിജയിക്കുന്നവനാണ്. അതിനുവേണ്ടിയുള്ള സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലബ്ബ്. ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ലെ. സേവാപ്പിന്റെ ഇൻകം പ്ലാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ പ്ലാൻ അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് MD സാർ. അപ്പോൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇതിന്റെ ഒരു ഫൈനൽ സെഷനിലേക്ക് ഞാൻ കടക്കുകയാണ്. കോർ കമ്മിറ്റി മെമ്പേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് വളരെ വിരലിലുണ്ടാവുന്ന പുതിയ കോർ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രോഗ്രാമിന്റെ ഡെപ്ത്, ഈ പ്രോഗ്രാമുകളിലൂടെ, സൂം മീറ്റിങ്ങുകളിലൂടെ ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ ഉള്ളിലും മുളച്ചൊരാഗ്രഹമാണ്, എനിക്കുമാവണം കോർ കമ്മിറ്റി മെമ്പർ. ഞാൻ ഈ പ്രോഗ്രാമിൽ അസോസിയേറ്റ് ചെയ്തിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രോഗ്രാം ആദ്യമായിട്ട് ഒരു SSM തൃശ്ശൂർ പങ്കെടുക്കുന്നത്. ആ പ്രോഗ്രാമിൽ എന്നോട് പരിചയപ്പെടുന്ന ആളുകൾ വന്ന് ഷൈക്കറ്റ് ചെയ്ത് പറഞ്ഞ എന്താ കാര്യം എന്നറിയോ? ഞാൻ ഇന്ന റാങ്ക് അടിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ കമ്പനിയുടെ CCM മെമ്പർ ആട്ടോ, എന്റെ പേരിന്നത്, ഞാൻ കമ്പനിയുടെ CCM മെമ്പറാ. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താണ് CCM മെമ്പർ, എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്ന സ്റ്റേജിൽ MC ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ CCM മെമ്പേഴ്സിന് ട്രോഫികൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് മനസ്സിലായി CCM എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രീമിയം മെമ്പർഷിപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായപ്പോ എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം മുളച്ചു. അന്ന് ഞാൻ അവിടെ എടുത്തൊരു തീരുമാനം എടുത്തു, അടുത്ത പ്രോഗ്രാമിൽ ഞാനും CCM മെമ്പറായിട്ട് ട്രോഫി മേടിക്കും. അവിടെ നിന്ന് ഒരു 30 ദിവസങ്ങളിൽ തന്നെ എന്താവാൻ പറ്റി, CCM മെമ്പർ ആവാൻ പറ്റി. അവിടെ ഞാൻ എടുത്തൊരു തീരുമാനമാണ്. അവിടെ നിന്ന് കിട്ടിയ സ്പാർക്കാണ് ഞാൻ CCM മെമ്പർ ആയത്. CCM മെമ്പർ ആയാലും എന്താ ഗുണം അല്ലെ? CCM മെമ്പർ ആയാലും ഇതാണ് ഗുണം, നിങ്ങൾക്ക് റാങ്ക് അടിക്കാൻ ബോണസ് ബികൾ ഇഷ്ടം പോലെ കിട്ടും. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ പകുതി മെമ്പേഴ്സ്, പകുതി BV മതി, നിങ്ങളൊക്കെ ചിലപ്പോൾ റാങ്ക് അങ്ങ് അടിച്ചു പോകും. അങ്ങനെ റാങ്ക് അടിക്കാൻ വളരെ ഈസിയാണ്. പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ റാങ്ക് അടിക്കാനായിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. പിന്നീട് എന്താണ് ബെനിഫിറ്റ്സ്? നമുക്ക് ഈ മാസം എത്ര രൂപ ഇൻകം കിട്ടിയോ അല്ലെ? നിങ്ങൾ ഈ മാസം കഷ്ടപ്പെട്ട് ടീമൊക്കെ ബിൽഡ് ചെയ്തുണ്ടാക്കിയ ഇൻകം 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. ആ പണം നിങ്ങൾക്ക് ഓൾറെഡി കമ്പനി തന്നു കഴിഞ്ഞു. ഇനി എന്തിനാ കമ്പനി തരണേ? പക്ഷെ നിങ്ങൾ CCM മെമ്പർ ആണെങ്കിൽ അതിന്റെ 5% വീണ്ടും കമ്പനി തരുമെന്ന്. അതാണ് ഇതിന്റെ പവർ, ഈ CCM മെമ്പറുടെ പവർ. ഒരു ശമ്പളമായിട്ട് ഈ മാസം മേടിക്കാം. ഞാനും മേടിച്ചു ഈ മാസം CCM ബോണസ്. തലേ ദിവസം 30-ാം തീയതി CCM അയാൾ 1-ാം തീയതി കൊടുത്ത CCM ബോണസ് മേടിച്ചു. വേറെ ഏതെങ്കിലും കമ്പനി കൊടുക്കോ? 30 ദിവസം ആവണമെന്ന് പറഞ്ഞൂടെ? ഇല്ല. ആ ലാസ്റ്റ് മാസാവസാനം 31-ാം തീയതി CCM മെമ്പർ ആയാലും അദ്ദേഹത്തിന് 1-ാം തീയതി എന്ത് ചെയ്യുന്നു? CCM ബോണസ് കൊടുക്കുന്ന കമ്പനിയാണ് കേട്ടോ സേവാപ്പ്. അത്തരം ഒരു കമ്പനിയിലാണ്, കൊടുക്കാൻ വേണ്ടി വന്ന കമ്പനിയിലാണ്, എടുക്കാൻ വേണ്ടി വന്ന കമ്പനിയിലെല്ലാം നമ്മൾ അസോസിയേറ്റ് ഉള്ളത് മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, നമുക്ക് 10% വേറെ വരുമാനം കിട്ടും. ഒരു സേവ പ്രോ വിൽക്കുമ്പോൾ 10 രൂപ മാറ്റി വെക്കുന്നുണ്ട്. സേവ കാർഡിൽ വിൽപ്പനകൾ നടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ, അച്ചാറുകളായിക്കോട്ടെ, ഡ്രസ് മെറ്റീരിയൽ എന്തോ ആയിക്കോട്ടെ, സേവാപ്പിൽ നടക്കുന്ന എല്ലാ വിൽപ്പനകളുടെയും പ്രോഫിറ്റ് കമ്പനിക്ക് കിട്ടുന്നത് മാറ്റി വെക്കുന്നുണ്ട്. റീചാർജിലൂടെ മാറ്റി വെക്കുന്നുണ്ട്. എല്ലാ ആക്ടിവിറ്റീസിന്റെ ലാഭം അതിന്റെ 10% കമ്പനി മാറ്റി വെച്ചുകൊണ്ട് ഈ CCM മെമ്പേഴ്സിന് ഇയർലി ബോണസ് ആയിട്ട് അങ്ങ് വീതിച്ചു കൊടുക്കാൻ പോവുക. നമ്മളൊക്കെ വെയിറ്റിംഗാ, എത്ര രൂപയാ വരാൻ പോണേ? കണക്ക് പ്രകാരം ലക്ഷങ്ങളാട്ടോ മേടിക്കാൻ പോകുന്നേ. ഈ ബിസിനസ് അങ്ങ് ഗ്രോ ചെയ്യാൻ പോയിട്ടുള്ളൂ. ഒരു പഞ്ചായത്തിലെ ആളുകൾ മാത്രമേ ഈ ബിസിനസ്സിൽ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല. ഈ ബിസിനസ്സിലെ ആളുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് പറയുന്നത് ലക്ഷങ്ങളിലേക്കാണ് കണക്ക് പോകുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനികളുടെയൊക്കെ 0.1% എന്ന് പറഞ്ഞാൽ കോടികൾ വരും. നമ്മളുടെ കമ്പനി അതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഇന്ത്യ എന്ന 140 കോടി ജനങ്ങളുള്ള സ്ഥലത്താണ് സേവാപ്പ് വളരാൻ പോകുന്നത്. ആ സ്ഥലത്തേക്കൊക്കെ ഒരു 10% CCM മെമ്പേഴ്സിന് വീതിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാത്ത ഒരു എമൗണ്ടിലേക്ക് നമ്മളുടെ ബിസിനസ്സും അങ്ങോട്ട് വളരാൻ പോവാ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ അക്കൗണ്ടുകൾ തയ്യാറാക്കി വെച്ചോ, നിങ്ങളുടെ വാലറ്റുകൾ തയ്യാറാക്കി വെച്ചോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ റെഡിയാക്കി വെച്ചോ. ഞാനൊക്കെ ആ ചുമരിൽ എന്റെ സ്വപ്നങ്ങൾ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അത് ഞാൻ നേടാൻ പോകുന്നതാണ്. അപ്പൊ അങ്ങനെ സ്വപ്നങ്ങൾ നിങ്ങൾ തയ്യാറാക്കി വെച്ചോ, നിങ്ങൾ പ്രിപ്പയർ ആയിക്കോ, നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തോ. വിജയം നിങ്ങളുടെ വഴിയെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും CCM മെമ്പർ ആവണം. CCM മെമ്പർ ആയ വ്യക്തികൾക്കാണ് DCM മെമ്പർ ആവാൻ പറ്റുക. എന്താണ് DCM മെമ്പർ? നമ്മൾ 15 പേരെ ഡയറക്റ്റ് നമ്മൾ ഫാമിലി പാക്ക് എടുത്ത് വരണം കേട്ടോ CCM മെമ്പർ ആവാൻ. ആ പോയിന്റ് ഞാൻ വിട്ടുപോയി. ഞാൻ പറയുകയാണ്, CCM മെമ്പർ ആവുന്ന വ്യക്തികൾ സേവ പ്രോ എടുത്ത് വന്നവരാവാൻ പാടില്ല, ആക്റ്റീവ് യൂസറായി വന്നവരാവാൻ പാടില്ല. എങ്ങനെയായിരിക്കണം? ഫാമിലി പാക്ക് 14,157 രൂപയുടെ ഫാമിലി പാക്ക് എടുത്ത് വന്ന വ്യക്തിയായിരിക്കണം. ആ വ്യക്തിക്കാണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ. ആ വ്യക്തിയാണ് ഫയർ ഉള്ള ആളുകൾ. ആ വ്യക്തി എന്ത് ചെയ്യണം? 15 വ്യക്തികളിലേക്ക് ഡയറക്റ്റ് ഇതങ്ങ് കൊടുത്തേക്കണം. 15 വ്യക്തികൾക്ക് ഈ ഫാമിലി പാക്ക് അങ്ങ് ഡയറക്റ്റ് കൊടുക്കണം. നിങ്ങൾ വന്ന വ്യക്തികളിലൂടെയല്ല,
ഡയറക്റ്റ് അങ്ങ് കൊടുത്തേക്ക്, ഫാമിലിയിലേക്ക് കൊടുത്തേക്ക്, സുഹൃത്തുക്കൾക്ക് കൊടുത്തേക്ക്. ഒരു ഫാമിലി പാക്ക് എടുത്ത ആൾക്ക് വെറുതെ ഇരുന്നാലും 3,12,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് കൊടുത്തേക്ക്. അയാൾ അത് ഹാപ്പി ആയിട്ട് മേടിച്ചു വെച്ചോളും. അയാൾ കിട്ടുന്ന ഇൻകം അയാൾ മേടിച്ചോളും. അങ്ങനെ 15 വ്യക്തികൾക്ക് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾ കമ്പനിയുടെ എന്താവുക, CCM മെമ്പർ ആവുക. അത്തരം 15 വ്യക്തികളിൽ നിന്ന് നിങ്ങൾ 10 CCM മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ, ആ ഡയറക്റ്റ് വ്യക്തികളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ CCM മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയുടെ DCM മെമ്പറായി. മന്ത്ലി ഏണിങ്സ് 5% എന്നുള്ളത് 10% മാറും. നിങ്ങൾക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാൻ പറ്റും. കമ്പനിയുടെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാർജിൻ പ്രോഫിറ്റ് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമുക്ക് ഇവിടെ കമ്പനി തരുന്നുണ്ട്. ഓക്കെ, സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഓപ്പർച്യൂണിറ്റി ഇന്ന് ഈ അവസരത്തിൽ ഈ 1 അവറിൽ ഇത് ഷെയർ ചെയ്യുക എന്നുള്ളത് നിസ്സാരമായ ഒരു പ്രൊജക്റ്റ് അല്ല, ഒരു ടാസ്ക് അല്ല. വളരെ വലിയൊരു പ്രൊജക്ടിനെ വളരെ ചെറിയൊരു രൂപത്തിലാണ് ഞാൻ നിങ്ങളുടെ ക്യാപ്സുൾ രൂപത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ കമ്പനിയിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഈ 3 മാസത്തിനുള്ളിൽ ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ ഒരു നെറ്റ്വർക്ക്, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടാത്ത അംഗീകാരം എന്ന് പറയുന്നത് എനിക്ക് കമ്പനിയുടെ സിസ്റ്റം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞാൻ വന്നു കയറിയ അന്ന് മുതൽ കൃത്യമായി നടക്കുന്ന, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നടക്കുന്ന സൂം മീറ്റിലൂടെ ഒരു ടീമിൽ കടന്നു വന്ന ഏതൊരു തുടക്കക്കാരനെയും നെറ്റ്വർക്ക് എന്താണെന്ന് അറിയാത്ത ഒരു സീറോ നോളജ് ഉള്ള ഒരു വ്യക്തിയെ പോലും കൈപിടിച്ചു ഉയർത്തുന്ന കൃത്യമായ സിസ്റ്റമാറ്റിക് ഉള്ള ഒരു പ്രോഗ്രാം നടത്തുന്ന കമ്പനിയാണ് സെഞ്ചുറി ഗേറ്റ്സ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. ഇതായി വരുന്ന ചൊവ്വാഴ്ച മീടോപ്പ്, ആദ്യമായിട്ട് ഫസ്റ്റ് റാങ്ക് അടിച്ച ആളുകൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോകുന്നു. മാസം മാസം നടക്കുന്ന അച്ചീവ്മെന്റ് സെലിബ്രേഷൻ, സക്സസ് സെലിബ്രേഷൻ. ഇവിടെ വെറും സെലിബ്രേഷൻ അല്ല, സക്സസ് ആയ ആളുകൾ ആഘോഷിക്കുന്ന സെലിബ്രേഷൻ. സിസ്റ്റം, നമ്മുടെ കമ്പനിയുടെ സിസ്റ്റം, പേ ഔട്ട് സിസ്റ്റം. ഇന്ന് ഐഡിയ അടിച്ചാൽ നാളെ ഫണ്ട് അക്കൗണ്ടിൽ കയറുന്ന സിസ്റ്റം. ഡെയിലി പേ ഔട്ട് സിസ്റ്റം ഉണ്ട് നമുക്ക്. അതുകൂടാതെ വീക്കിലി പേ ഔട്ട് ഉണ്ട്, മന്ത്ലി പേ ഔട്ട് ഉണ്ട്, ഇയർലി പേ ഔട്ട് ഉണ്ട്. എന്ത് വേണം നമുക്ക്, അല്ലെ? എല്ലാ രീതിയിലുള്ള ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് പമ്പ് ചെയ്യാണ്. ഇവിടെ കടൽ പോലെയാണ് പണം. ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളുടെ ഡിസിഷനാണ്. ഇവിടെ നിങ്ങൾക്ക് ബക്കറ്റിൽ കോരിയെടുക്കാം, അല്ലെ? നിങ്ങൾക്ക് ടാങ്കർ ലോറിയിൽ അടിച്ചുകൊണ്ട് പോകാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടുന്ന് പണം കൊണ്ടുപോകാം. നിങ്ങൾ എടുക്കുന്ന ഒരൊറ്റ ഡിസിഷനാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ സൂം മീറ്റിലാണ് നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നത്. അഭിമാനപൂർവ്വം നിങ്ങൾക്ക് പറയാം. മറ്റൊരു കാര്യം, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ടെങ്കിലും ഇൻകം കൊടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഇനി ഒരുപാട് ആളുകൾ, എന്താ പറയാ, ഒരുപാട് മൂക്കണം മറ്റുള്ളവർ എന്ന് പറയില്ലേ, നമ്മുടെ ഒപ്പം എത്തണമെങ്കിൽ ഇനി ഒരുപാട് സമയമെടുക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. പിന്നെ ക്രിയേറ്റീവ് ആയിട്ട് ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, എനർജറ്റിക് ആയിട്ട് ഈ ബിസിനസിനെ മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള, ചങ്കുറപ്പുള്ള, ഗട്സ് ഉള്ള ലീഡേഴ്സ് നയിക്കുന്ന കമ്പനിയാണ് നമ്മുടെ സേവാപ്പ് എന്ന് പറയുന്നത്. നൗഷാദ് സാറിനെ പോലെയുള്ള, അതുപോലെ ഗ്രേറ്റ് ലീഡേഴ്സ്, ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ലീഡേഴ്സും ഗട്സോട് കൂടി മുന്നോട്ട് വന്നിട്ടുള്ള ലീഡേഴ്സാണ്, ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളാണ്. അത്ര ഒരു കമ്പനിയിലാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കോമ്പറ്റീറ്റീവ് ആണ്. ഈ ഒരു ഐഡിയ വേറൊരു ടീമിനോ ഒരു കമ്പനിക്കോ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പേ ഔട്ട് അത്ര ഫാസ്റ്റ് ആണ്. ഗ്ലോബലി ചെയ്യാം. ഇന്ന് എന്റെ ബിസിനസ്, ഞാൻ ഏകദേശം ഒരു 1000-ഓളം സേവാ പ്രോ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 90% എനിക്ക് വന്നിട്ടുള്ളത് വിദേശത്തു നിന്നാണ്. അതായത് ഗ്ലോബലി നമുക്ക് ഈ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ചെയ്തോളണമെന്നോ, നമ്മുടെ പഞ്ചായത്തിൽ ചിലർ ആ വീടിന്റെ പരിസരം വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറല്ല. ഈ ബിസിനസ് ഗ്ലോബലി ചെയ്യാവുന്നതാണ്. ലോകത്ത് എവിടെ നിന്നും നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ മുന്നിൽ കമ്പനി വെച്ചിട്ടുള്ളത്. നമ്മുടെ പ്രൊഡക്റ്റിന് അവൈലബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിന് എന്തുണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. നമുക്ക് എത്ര ഡൗൺലോഡ് ചെയ്താലും തീരാത്തൊരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ മുന്നിലേക്ക് കമ്പനി. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈൽ വളരെ സ്ട്രോങ് ആണ്. വളരെ എക്സ്പീരിയൻസ് ഉള്ള MD, വളരെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് നമ്മുടെ കമ്പനി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇന്നോവേറ്റീവ് ആണ്. മറ്റൊരു കമ്പനിക്ക് പകരം വെക്കാത്ത പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ പേ ഔട്ട് സിസ്റ്റം ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇയർലി കൊടുക്കുന്ന മറ്റൊന്നിനും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത യൂണീക്ക് ആയിട്ടുള്ള പേ ഔട്ട് സിസ്റ്റം നമ്മൾക്കുണ്ട്. അതുപോലെ നമ്മുടെ പ്രൊമോഷൻ സൂമിലൂടെയും ഡയറക്റ്റ് പ്രോഗ്രാമുകളുടെയും 14 ജില്ലകളിലും ജില്ലയ്ക്ക് പുറത്തും മംഗലാപുരത്തൊക്കെ വ്യാപിച്ചു കഴിഞ്ഞു. ഒരു പഞ്ചായത്തിലെ ആളുകൾ മാത്രമേ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടുള്ള ഓർക്കുക. അപ്പോഴാണ് ഇവിടെ ആളുകൾ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഈ ബിസിനസ്സിലൂടെ വരാൻ പോകുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം നാളെ നിങ്ങളുടെ ഭാവി മാറ്റിയേക്കാം. ഒരു യെസ് ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല തീരുമാനമെടുത്ത വ്യക്തിയായി നിങ്ങളുടെ തലമുറ വാഴ്ത്തും. അല്ല, നോ എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ മുന്നിലൊരു അവസരം കിട്ടിയിട്ട് അതെടുക്കാതെ പോയ ഏറ്റവും വലിയ ഭാഗ്യശാലി എന്ന് നിങ്ങളെ ഭാവിയിലെ ആളുകൾ പറയാൻ സാധിക്കും. കാരണം ഈ സേവാപ്പ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ നാളെ നിങ്ങളുടെ സുഹൃത്തും നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ ഇത് ഉപയോഗിച്ച് ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് നമ്മളുടെ കുട്ടികൾ ചോദിക്കും, അച്ഛൻ കണ്ടില്ലേ, അമ്മ കണ്ടില്ലേ, ഇങ്ങനെ ഒരു പ്രൊജക്ട്, ഇങ്ങനൊരു സാധനം കണ്ടില്ലേ, അന്ന് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ ഒരു ഉത്തരം നമുക്കുണ്ടായില്ല എന്നുള്ളതാണ് ഈ പ്രൊജക്ടിന്റെ പ്രത്യേകത. അപ്പൊ ഇന്ന് തന്നെ ഡിസിഷൻ എടുക്കുക. റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ലീഗൽ ആയിട്ടുള്ള കമ്പനി കൊടുക്കുന്ന സിസ്റ്റം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. നമ്മളായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കാതിരുന്നാൽ മതി. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സൈലന്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കോടികളായിരിക്കും. ഒരു നോ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് കോടികളായിരിക്കും. നെക്സ്റ്റ് ട്രെൻഡ്,
ഇനി വരാൻ പോകുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു ട്രെൻഡാണ് ഈ ലോകത്ത് വരാൻ പോകുന്നത്. ജോബുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആളുകൾക്ക് AI കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മനുഷ്യന്റെ ആവശ്യമേ ഇല്ലാത്ത സിസ്റ്റത്തിലേക്ക് റോബോട്ടിക്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജോലികൾ നഷ്ടപ്പെട്ട ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇനി ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിലായിക്കോട്ടെ വേൾഡ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്ന ബിലീവബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ പ്ലാറ്റ്ഫോം വഴി നമ്മൾ കയറി നിൽക്കുക. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫിക്കി KPMGയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്യാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണ്. ഈ 2026, 27, 28 കാലഘട്ടത്തിൽ നിന്ന് ഓൾറെഡി അവിടെ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്യാൻ പോകുന്നത് ഇത്തരം ഡിജിറ്റൽ പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുന്ന കമ്പനികളാണെന്ന് പറയുമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്യാൻ പോകുന്നത്, ടാക്സ് കൊടുത്തുകൊണ്ടും ഇൻകം ഏൺ ചെയ്യാൻ പോകുന്നതും ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ സ്വരത്തിൽ നമുക്ക് പറയാം 2026, 27, 28, 29 ഒക്കെ കഴിയുമ്പോൾ 2030 ആകുമ്പോഴൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യക്ക് പുറത്തും നോട്ട് ചെയ്യപ്പെടാവുന്ന ഒരു പേരായിട്ട് സേവ് ആപ്പ് എന്നൊരു പേര് അവിടെ ഉണ്ടാവും. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ ആദ്യത്തെ ഘട്ടത്തിൽ കയറി നിൽക്കാൻ പറ്റി, ട്രെയിൻ പുറപ്പെട്ട സമയത്ത് കയറി നിൽക്കാൻ പറ്റിയ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇവിടുന്ന് പുറപ്പെട്ട ട്രെയിൻ 100% അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് തൃശ്ശൂർ ഇറങ്ങാം, കണ്ണൂർ ഇറങ്ങാം, എവിടെ വേണേ തമിഴ്നാട്ടിൽ ഇറങ്ങാം, കർണാടകത്തിൽ ഇറങ്ങി പോകാം. പക്ഷേ ഈ ട്രെയിൻ കൃത്യമായി ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കും. നിങ്ങൾ ഈ ബിസിനസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടം. സേവ് ആപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊജക്ട് മുന്നോട്ട് പോകും, ആളുകൾ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ പ്രൊജക്റ്റിൽ കയറി നിന്നാൽ പോരാ, ഇതിന്റെ എൻഡ് വരെ യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഈ എൻഡ് വരെയുള്ള യാത്രയിൽ നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ ഒരു സ്നേഹിതനായി, നിങ്ങളുടെ ഒരു സുഹൃത്തായി എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. ശുഭരാത്രി. Thank you, sir. Thank you so much. Thank you so much. Wonderful presentation. Thank you, sir.